ഇഞ്ചുറി ഇതൊക്കെയാണെങ്കിൽ ദറ്റ് ഇസ് ട്രോമാറ്റിക് ആസ്ഫിക്സിയ എന്ന് പറയും. ഓക്കെ, നമ്മൾ ഹാങ്ങിങ്ങിനെ കുറിച്ച് പഠിക്കുകയാണ്. ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫോം ഓഫ് ആസ്ഫിക്സിയൽ ഡെത്ത് ഡ്യൂ ടു കൺസ്ട്രക്ഷൻ ഓഫ് ദ എയർ പാസേജസ് അറ്റ് നെക്ക് ആസ് എ റിസൾട്ട് ഓഫ് സസ്പെൻഷൻ ഓഫ് ദ ബോഡി. ഈ ബോഡി സസ്പെൻഡ് ചെയ്യണമെന്നുള്ളത് ഹാങ്ങിങ്ങിൽ നമ്മൾ പറയുന്ന ഡെഫിനിഷൻ ഉണ്ടാവണം. അപ്പോൾ സസ്പെൻഷൻ നമുക്ക് പാർഷ്യൽ സസ്പെൻഷൻ ആയിട്ട് അല്ലെങ്കിൽ പാർഷ്യൽ ഹാങ്ങിങ് ആയിട്ടും കംപ്ലീറ്റ് ഹാങ്ങിങ് ആയിട്ടും ഉണ്ടാകും. അപ്പോൾ യൂഷ്വലി ഇവിടെ വരുന്ന ലിഗേച്ചർ നോസ് എന്ന് പറഞ്ഞാൽ, ലിഗേച്ചർ എന്തുകൊണ്ടാണ് ആ കൺസ്ട്രക്ഷൻ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് പറഞ്ഞാൽ either weight of the body or weight of the head ആണ്. ഒന്നെങ്കിൽ ആളുടെ ബോഡിയുടെ ആസച്ച് വെയിറ്റ് കൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ഫോഴ്സ് വരിക, അല്ലെങ്കിൽ ആളുടെ ഹെഡിന്റെ വെയിറ്റ് കൊണ്ടും അങ്ങനെ വരാം. ഇപ്പം നമ്മൾ സിറ്റിംഗ് പോസ്റ്ററിലൊക്കെ ഹാങ്ങിങ് ചെയ്ത കേസുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? സിറ്റിംഗ് പോസ്റ്ററിലാണ് കണ്ടത്, എങ്ങനെയാണോ ആള് മരിച്ചത് അങ്ങനെയൊക്കെ ഇരുന്ന ആൾ മരിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ അത് പാർഷ്യൽ ഹാങ്ങിങ് ആണ്. അതിനകത്ത് അവരുടെ കൺസ്ട്രക്ഷൻ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹെഡാണ്, വെയിറ്റ് ഓഫ് ദ ഹെഡാണ്. അല്ലാത്ത കേസിൽ വെയിറ്റ് ഓഫ് ദ ബോഡി തന്നെയാണ്. അതിനനുസരിച്ച് അതിനെ രണ്ടായിട്ട് തിരിക്കുന്നു, കംപ്ലീറ്റ് ഹാങ്ങിങ് ആൻഡ് പാർഷ്യൽ ഹാങ്ങിങ്. ഇതാണ് പല പോസ്റ്റർ. കംപ്ലീറ്റ് ഹാങ്ങിങ് എന്ന് പറയുന്ന ആള് കാല് നിലത്ത് ടച്ച് ചെയ്തിട്ടേ ഉണ്ടാവില്ല. മറ്റേതൊക്കെ പാർഷ്യൽ ഹാങ്ങിങ്ങിന്റെ പല വകഭേദങ്ങളാണ്. ഇനി കംപ്ലീറ്റ് ഹാങ്ങിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോഡി റിമെയിൻസ് ഫുള്ളി സസ്പെൻഡഡ് വിത്തൗട്ട് ഫീറ്റ് ഓർ എനി ബോഡി പാർട്ട് ടച്ചിങ് ദ ഗ്രൗണ്ട്. ദ കൺസ്ട്രക്ഷണൽ ഫോഴ്സ് ഇസ് ദ ബോഡി വെയിറ്റ്. ശരീരഭാരം തന്നെയാണ് ഇവിടെ പിന്നെ കൺസ്ട്രക്ഷൻ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അഥവാ പാർഷ്യൽ ഹാങ്ങിങ്ങിലാണെങ്കിലോ ബോഡി ഈസ് പാർഷ്യലി സസ്പെൻഡഡ് വിത്ത് ഫീറ്റ് ഓർ എൽബോ ഓർ നീസ് ടച്ചിങ് ദ ഗ്രൗണ്ട് ആൻഡ് ദ കൺസ്ട്രക്ഷൻ ഫോഴ്സസ് വെയിറ്റ് ഓഫ് ദ ഹെഡ്. ഹാങ്ങിങ്ങില് നമ്മൾ ടിപ്പിക്കൽ ഹാങ്ങിങ്ങും എട്ടിപ്പിക്കൽ ഹാങ്ങിങ്ങും മറ്റൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ പാർഷ്യൽ ഹാങ്ങിങ് എന്നും കംപ്ലീറ്റ് ഹാങ്ങിങ് എന്നും തിരിക്കുന്ന രണ്ട് ഡിവിഷനാണ് നേരത്തെ പറഞ്ഞത്. അപ്പൊ ഇതിലൊരു പോയിന്റ് നിങ്ങൾ AI PGT തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിരിക്കുന്ന കണ്ടു. പാർഷ്യൽ ഹാങ്ങിങ്ങിലും കംപ്ലീറ്റ് ഹാങ്ങിങ്ങിലും വെച്ച് കൺജഷൻ ഏതിലാണ് കൂടുതലെന്ന്. അപ്പൊ പാർഷ്യൽ ഹാങ്ങിങ്ങിലാണ് കൺജഷൻ കൂടുതലുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ. നമുക്ക് കൺജഷൻ കൂടുതലുള്ളത് പാർഷ്യൽ ഹാങ്ങിങ്ങിലാണ്. മറ്റേതിലാണെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി സിംറ്റംസ് പോലെയാണ് കാണിക്കുക, ശരിക്കും ചോക്കിങ്ങിന്റെ എഫക്റ്റ് പോലെ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ കൂടുതൽ പോലെ വരും. അപ്പൊ പാർഷ്യൽ ഹാങ്ങിങ്ങിലാണ് കൺജഷൻ മോർ എന്ന കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. ഇനി ടിപ്പിക്കൽ ഹാങ്ങിങ്ങും എട്ടിപ്പിക്കൽ ഹാങ്ങിങ്ങും. ഈ ടിപ്പിക്കലും എട്ടിപ്പിക്കലും ക്ലാസിഫൈ ചെയ്യുന്നത് നോട്ട് എവിടെ പ്രസന്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് കേട്ടോ. Typical hanging in which the point of suspension is over the center of the occiput, that is above the thyroid cartilage. ആ നമ്മളെ ഓക്സിപ്പിഡിന് നേരെ മിഡില് മേലെ ആയിട്ടാണ്, അതായത് തൈറോയ്ഡ് കാർട്ടിലേജിന്റെ ഫ്രണ്ടിൽ വെച്ച് തൈറോയ്ഡ് കാർട്ടിലേജിന്റെ നേരെ എബവ് ആയിട്ട് കാണുകയാണെങ്കിൽ ദാറ്റ് ഇസ് ടിപ്പിക്കൽ ഹാങ്ങിങ്. ഇതിൽ നിന്ന് ഏത് പൊസിഷൻ വ്യതിചലിച്ച് വന്നാലും നമ്മൾ എട്ടിപ്പിക്കൽ ഹാങ്ങിങ് എന്നാണ് പറയുക. അപ്പൊ ഹാങ്ങിങ്ങിനെ തന്നെ നമ്മൾ പാർഷ്യൽ ഹാങ്ങിങ് എന്നും വിളിക്കും, കംപ്ലീറ്റ് ഹാങ്ങിങ് എന്നും വിളിക്കും. അതെങ്ങനെയാന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇപ്പൊ പാർഷ്യൽ ഹാങ്ങിങ് ആണെങ്കിൽ അത് എപ്പോഴും ബോഡി പലയിടത്ത് സസ്പെൻഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ബോഡി പാർട്ട് ടച്ചിങ് ദ ഗ്രൗണ്ട് ആയിരിക്കും. കംപ്ലീറ്റ് ഹാങ്ങിങ് ആണെങ്കിലോ യാതൊന്നുമില്ല, നമ്മൾ ഒരു ബോഡി പാർട്ടും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തുകൂടാണ്. ഓക്കെ, ഇനി ഹാങ്ങിങ്ങിലെ രണ്ട് ഡിവിഷനാണ് അടുത്തത്, ടിപ്പിക്കലും എട്ടിപ്പിക്കലും. ടിപ്പിക്കൽ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫോഴ്സ് കറക്റ്റ് ഓൺ ദി ഓവർ ദി സെന്റർ ഓഫ് ദി ഓക്സിപിഡ്, അതായത് ദാറ്റ് ഈസ് അബവ് ദ തൈറോയ്ഡ് കാർട്ടിലേജ്. മറ്റേത് പൊസിഷനിലും ഹാങ്ങിങ് നോട്ട് കടന്നാലും അത് എട്ടിപ്പിക്കൽ ഹാങ്ങിങ് ആയിട്ടാണ് കൂട്ടുക. ഇനി എന്തുകൊണ്ടാണ് ഒരാൾ ഹാങ്ങിങ്ങിൽ മരിക്കുക? ഒന്ന് നമുക്കറിയാം, ആസ്ഫിക്സിയ തന്നെയാണ്. അപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ഹാങ്ങിങ്ങിൽ ആസ്ഫിക്സിയ സിംറ്റംസ് ആണ് കൂടുതൽ. പക്ഷെ പാർഷ്യൽ ഹാങ്ങിങ്ങിൽ ഈ കൺജഷൻ, വീനസ് കൺജഷൻ ആണ് കൂടുതൽ. സെറിബ്രൽ ഇസ്കീമിയ, കമ്പൈൻഡ് ആസ്ഫിക്സിയ ആൻഡ് വീനസ് കൺജഷൻ. സാധാരണഗതിയിൽ ഏറ്റവും കോമൺ കോസ് എന്ന് പറയുന്നത് രണ്ടും ഗോസ് ഹാൻഡ് ഇൻ ഹാൻഡ്. കമ്പൈൻഡ് ആസ്ഫിക്സിയ ആൻഡ് വീനസ് കൺജഷൻ, വേഗൽ ഇൻഹിബിഷൻ, ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ ഓഫ് ദ സെർവൈക്കൽ വെർട്ടിബ്ര C2, C3, C4. നമ്മുടെ ജുഡീഷ്യൽ ഹാങ്ങിങ്ങിലൊക്കെ പറയുന്നത് ഈ ഡിസ്ലൊക്കേഷൻ കൊണ്ടാണ്. അപ്പൊ ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ ഓഫ് ദ സെർവൈക്കൽ വെർട്ടിബ്ര C2, C3, C4 ആണെങ്കിൽ അത് കാര്യങ്ങൾ പറഞ്ഞത്, നെയിം, ഏജ്, സെക്സ്, അതിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇഞ്ചുറീസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊക്കെ വെച്ച് പറയണം. സാധാരണ നമ്മളിത് കൊടുക്കാറില്ല, അലോപ്പത്സ് ആണ് കൊടുക്കാറ്. എങ്കിലും ഈ ഇഞ്ചുറീസിന്റെ
ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഇത് അബ്രേഷൻ ആണോ, ഇതൊരു കൺഡ്യൂഷൻ ആണോ, അല്ല ഒരു ഇൻസൈസ്ഡ് വൂണ്ട് ആണോ, ഒരു ഡീപ്പ് വൂണ്ട് ആണോ, സ്റ്റാബ് വൂണ്ട് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ പേരാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക, വൂണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇഞ്ചുറിക്കുള്ള ലീഗലി ഒരു സാധനമാണ് സെക്ഷൻ 44 IPC. നമുക്ക് പലതരത്തിൽ ഇഞ്ചുറി ഉണ്ട്: മെക്കാനിക്കൽ, തെർമൽ, കെമിക്കൽ, മിസലേനിയസ് ഇഞ്ചുറീസ് ആൻഡ് എക്സ്പ്ലോഷൻസ്. ഇനി നമ്മൾ ഇഞ്ചുറി പറയുമ്പോൾ, ആൻ ഇഞ്ചുറി ഈസ് എനി ഹാം വാട്ട് എവർ ഇല്ലീഗലി കോസ് ടു എനി പേഴ്സൺ ഇൻ ബോഡി, മൈൻഡ്, പ്രോപ്പർട്ടി ഓർ റെപ്യൂട്ടേഷൻ. അത് വെച്ചിട്ട് ഏതുമാകാം, അയാളുടെ മനസ്സിന് വിഷമത്തക്ക രീതിയിലായാൽ കൂടെ ഈ ഇഞ്ചുറിക്കകത്താണ് പെടുന്നത്. അപ്പോൾ സെക്ഷൻ 44 IPC ആണെന്ന് ഓർക്കുക. ഇപ്പൊ ഈ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല, എനി ഹാം അഗെയിൻസ്റ്റ് എനി ലേഡി എന്നുള്ളതിന് സെക്ഷൻ 498A. ചില സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫോർ സെക്ഷൻ 498A എന്ന് മാറ്റാൻ പറ്റും ചെയ്തത്. ആൾക്ക് വരുന്ന ഇമോഷണൽ ഹാമിന്, അത് വാക്കുകൾ കൊണ്ടുള്ളത് പോലും അതിന് പ്രാധാന്യമുണ്ടെന്നാണ് പറയുക. അപ്പൊ സെക്ഷൻ 498A എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് റെഫർ ചെയ്ത് നോക്കണം. അത് ആൾക്കുള്ള ഒരു ഇമോഷണൽ ഹാം വന്നാൽ കൂടെ കൺസിഡർ ചെയ്യാറുണ്ട്. അത് ആ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ കേസ് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് താനും. ഓക്കെ, നമ്മൾ ഇനി മെക്കാനിക്കൽ ഇഞ്ചുറീസിനെ കുറിച്ച് പറയുകയാണെ. മെക്കാനിക്കൽ ഇഞ്ചുറീസിനകത്ത് അബ്രേഷൻ ഉണ്ട്, കൺഡ്യൂഷൻ ഉണ്ട്, ലാസറേഷൻ ഉണ്ട്, ഇൻസൈസ്ഡ് വൂണ്ട്, സ്റ്റാമ്പ് വൂണ്ട്, ഫയർ ആം വൂണ്ട്, ഫ്രാക്ചേഴ്സ് ആൻഡ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, ഇത്രയും വൂണ്ടുകൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യണം. ഐ റിപ്പീറ്റ്, മെക്കാനിക്കൽ ഇഞ്ചുറീസ് ആണ് നമ്മൾ പഠിക്കണേ അല്ലേ. അതിനകത്ത് അബ്രേഷൻ, കൺഡ്യൂഷൻ, ലാസറേഷൻ, ഇൻസൈസ്ഡ് വൂണ്ട്, സ്റ്റാബ് വൂണ്ട്, ഫയർ ആം വൂണ്ട്. അബ്രേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പെട്ടെന്ന് സൈക്കിളിൽ നിന്നൊക്കെ പണ്ട് കുഞ്ഞിലെ സ്കിഡ് ചെയ്യുമ്പോൾ നാട്ടിലുള്ളവർ പറയും പെയിന്റ് പോയി എന്നല്ലേ. ആ പെയിന്റ് പോകുന്ന സൂപ്പർഫിഷ്യൽ മാത്രമേ നടന്നിട്ടുള്ളൂ. നല്ല വേദനയാണ്, പക്ഷെ സൂപ്പർഫിഷ്യലായി നടന്നിട്ടുണ്ടാവും. ദർ ഇസ് ദ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ ഇഞ്ചുറി ഷോയിങ് ഡെന്യൂഡേഷൻ ഓഫ് ദ സൂപ്പർഫിഷ്യൽ ലെയേഴ്സ് ഓഫ് സ്കിൻ ബൈ റബ്ബിംഗ് അഗെയിൻസ്റ്റ് എ റഫ് സർഫസ് ഓർ ബൈ സ്ക്രാച്ചിങ്. ഏറ്റവും നമ്മുടെ എപ്പിഡെർമിസിന്റെ ഏറ്റവും സൂപ്പർഫിഷ്യൽ ലെയറിന് മാത്രം കുറച്ച് അബ്രേഷൻ വരുന്നതാണ്, കുറച്ച് സ്കിന്ന് റിമൂവ് ചെയ്യപ്പെടുന്നതാണ് അബ്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതിനെ തന്നെ പല ടൈപ്പായിട്ട് തിരിച്ചിട്ടുണ്ട്: സ്ക്രാച്ച്, ഗ്രേസ്, പ്രഷർ അബ്രേഷൻ, ഇമ്പാക്ട് ഓർ പാറ്റേൺ അബ്രേഷൻ. ഓക്കെ, സ്ക്രാച്ച്, ഗ്രേസ്, പ്രഷർ അബ്രേഷൻ, ഇമ്പാക്ട് ഓർ പാറ്റേൺ അബ്രേഷൻ. ഒന്ന് ഓർത്താട്ടെ, അബ്രേഷന് 4 ഡിവിഷൻസ് ആണ് എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യലി മാത്രമേ ഇതിലും വരുന്നുള്ളൂ. ഒന്ന് സ്ക്രാച്ച് ആണ്, മറ്റൊന്ന് ഗ്രേസ് ആണ്, പ്രഷർ അബ്രേഷൻ, ഇമ്പാക്ട് ഓർ പാറ്റേൺ അബ്രേഷൻ. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മളെ പൂച്ച മാന്തിയ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ. ലീനിയർ ഇഞ്ചുറി കോസ്ഡ് ബൈ ഷാർപ്പ് ഒബ്ജക്ട്സ് ലൈക്ക് ഫിംഗർ നെയിൽസ് പിൻസ് അക്രോസ് ദ സ്കിൻ. ക്ലീൻ ഏരിയ അറ്റ് ദ ബിഗിനിങ് ആൻഡ് ഹീപ്ഡ് അപ്പ് സ്കിൻ ടാഗ്സ് അറ്റ് ദ എൻഡ്. അത് സൂപ്പർഫിഷ്യൽ ആണ്. തുടങ്ങുന്നിടത്ത് ആദ്യം ഒരു ക്ലീൻ ഏരിയ ആയിട്ട് തുടങ്ങും, അവസാനിക്കുന്നിടത്ത് കുറച്ച് ഡെന്യൂഡഡ് സെൽസ് ഉണ്ടാവും താനും. ദാറ്റ് ഇസ് ഇറ്റ്, വി കോൾ ഇറ്റ് ആസ് സ്ക്രാച്ച്. അത് കഴിഞ്ഞിട്ട് ഗ്രേസ് ഓർ ബ്രഷ് അബ്രേഷൻ എന്ന് പറയുന്നത്. ഇതും ഈ നമ്മളെ വാഹനത്തിന്റെ ആക്സിഡൻസിലൊക്കെ ഒരു സ്ഥലത്ത് വീഴുകയാണെങ്കിൽ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പെയിന്റ് പോകത്തുള്ളൂ, വണ്ടി വലിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതിനകത്ത് കാണുന്നതാണ് ഈ ഗ്രേസ് ഓർ ബ്രഷ് അബ്രേഷൻ എന്ന് പറയുന്നത്. ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് റഫ് സർഫസ് in road accidents shows grooves, epithelium heaped at the end and helps to know the direction which force was applied. Friction burn, gravel rash ഒക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പൊ നമ്മൾ അബ്രേഷനാണ് ആദ്യം പഠിച്ച മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ പഠിച്ച മെക്കാനിക്കൽ ഇഞ്ചുറി എന്ന് പറയുന്നത് അബ്രേഷനകത്ത് ഒന്ന് നമ്മൾ പഠിച്ചത് സ്ക്രാച്ച് ആണ്. രണ്ടാമത് ഗ്രേസ് ഓർ ബ്രഷ് അബ്രേഷൻ, ദാറ്റ് ഇസ് ദ ഫ്രിക്ഷൻ അഗെയിൻസ്റ്റ് എ റഫ് സർഫസ്. അപ്പൊ അത് ഈ റോഡ് ആക്സിഡൻസിലൊക്കെ വരുന്നതാണ്. പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് ഇഞ്ചുറി വന്നത് എന്നുള്ളതും അന്നേരം മനസ്സിലാവുന്നതാണ്. ഇനി പ്രഷർ അബ്രേഷൻ എങ്ങനെയാണ്? പ്രഷർ അബ്രേഷൻ അല്ലെങ്കിൽ ഇമ്പാക്ട് അബ്രേഷൻ എന്ന് പറഞ്ഞാൽ, പ്രഷർ അബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു സ്കിൻ ആയിരിക്കും. സ്കിൻ ഗെറ്റ് ക്രഷ്, സറൗണ്ടിങ് ഏരിയ കൺഡ്യൂസ്ഡ്. അപ്പൊ ഈ പ്രഷർ അബ്രേഷനിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ ലിഗേച്ചർ എന്ന് ഹാങ്ങിങ് എന്ന് പറയുന്നത്. മറന്നു പോകരുതേ, പ്രഷർ അബ്രേഷനിൽ വരുന്നതാണ്. അത് എപ്പോഴും പെർപെൻഡിക്കുലർ ആണ്. അത് ഹാങ്ങിങ്ങിൽ കാണുന്നു, അതാണ് പ്രഷർ അബ്രേഷൻ. ഇമ്പാക്ട് അബ്രേഷൻ എന്ന് വെച്ചാൽ ഇമ്പാക്ട് വിത്ത് റഫ് ഒബ്ജക്ട്. നമ്മൾ ഈ ടയർ കയറിപ്പോയി, ശരീരത്തിലൂടെ ടയർ കയറിപ്പോയി, ടയർ അടയാളമൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അതെല്ലാം വരുന്നത് ഇമ്പാക്ട് അബ്രേഷൻ ആണ്. അല്ലെങ്കിൽ ഈ ഗ്രില്ലിന്റെ ഒക്കെ കാര്യങ്ങൾ വരുന്നത് റോപ്പിലും ഹാങ്ങിങ്ങിലും ഇത് വരാം. സോ പ്രഷർ അബ്രേഷനും ഉണ്ട്, ഇമ്പാക്ട് അബ്രേഷനും ഉണ്ട് കേട്ടോ. പ്രഷർ അബ്രേഷനിലാണ് നമ്മൾ പറയുന്ന ലിഗേച്ചർ മാർക്ക്. രണ്ടും ഏകദേശം മീനിങ് ഒന്ന് തന്നെയാണ്.
പ്രഷർ അബ്രേഷനകത്ത് അതിന്റെ പ്രഷർ ഉൾക്കൊള്ളുന്ന ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മൾ ശരിക്കും ടാറ്റൂയിങ് ചെയ്ത പോലെ കാണിക്കും. ആ എന്താണോ മെറ്റീരിയൽ യൂസസ് അത് ടാറ്റൂയിങ് പോലെ കാണിക്കും. ഇനി ഇതിലെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടെൽ ദ നേച്ചർ ആൻഡ് മാനർ ഓഫ് ഇഞ്ചുറി, പാറ്റേൺ അബ്രേഷൻ ടെൽസ് ദ കോസേറ്റീവ് ഏജന്റ്, ഡയറക്ഷൻ ഓഫ് ഇഞ്ചുറി. ഈ ഡ്രൈ ചെയ്യുമ്പോൾ ഈ അബ്രേഷൻസ് ബിക്കം ഡാർക്ക് ബ്രൗൺ ഓർ ഈവൻ ബ്ലാക്ക് ആയിട്ട് മാറും. ഇതിൽ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. നമ്മൾ ഇതിനെ മാലിങ്കറിങ് എന്ന് പഠിച്ച് ഓർക്കുന്നുണ്ടോ? ഇത് കുറച്ച് ആൾക്കാർ ഫെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഏജ് ഓഫ് അബ്രേഷൻ ഇതൊന്ന് ഓർത്തിരിക്കുന്നതായിരിക്കും. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഫ്രഷ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി റെഡിഷ് ഡ്യൂ ടു ബ്ലഡ് ആൻഡ് ലിംഫ് എക്സുഡേഷൻ. ഒരു 12 മണിക്കൂർ, ഇപ്പൊ നമുക്ക് 1 മണിക്കൂർ ഇഞ്ചുറി വന്നു, 12 തൊട്ട് 24 മണിക്കൂറിനുള്ളിൽ ഈ റെഡിഷ് സ്കാബ് ഓഫ് ഡ്രൈഡ് ബ്ലഡ് ലിംഫ് ആൻഡ് എപ്പിത്തീലിയൽസ് കാണാൻ പറ്റും. ഒരു 2 തൊട്ട് 3 ദിവസം കഴിയുമ്പോൾ റെഡിഷ് ബ്രൗൺ സ്കാബ് ആയിട്ട് മാറി 7 to 10 ഡേയ്സ് കഴിയുമ്പോൾ ഇത് സ്കാബ് ഡ്രൈ ചെയ്യും, ആൻഡ് സച്ച് ഫോൾ ഓഫ് ചെയ്യും. 10 to 12 ഡേയ്സ് ആണെങ്കിൽ പിഗ്മെന്റേഷൻ ചില സമയത്ത് കുറയും, ലീവിങ് നോ അപ്രീഷ്യബിൾ മാർക്ക്. ഇതാണ് ഈ ഏജ് ഓഫ് അബ്രേഷന്റെ പ്രത്യേകത. ഈ ഒരു സീക്വൻസ് മാലിങ്കറിയിൽ കാണാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് പണ്ടൊക്കെ ആൾക്കാർ ഈ പുളിങ്കുരു അരച്ചിട്ട് ദേഹത്ത് പൊള്ളിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം വെച്ചിട്ട് അവര് ഇത് ചെയ്യുവാണെങ്കിൽ, ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് കടന്നു പോകത്തില്ല. അതാണ് ഇമ്പോർട്ടൻറ്റ്. അവർ ഫെയിനിങ് ചെയ്യുവാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് കൺഡ്യൂഷൻ. നമുക്ക് ഒത്തിരി കേസുകൾ കൺഡ്യൂഷൻസിൽ കാണാൻ പറ്റും. ഈ കൺഡ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കൺഡ്യൂഷൻ മറ്റൊരു പേര് ബ്രൂയിസ് എന്നാണ്. അപ്പൊ അബ്രേഷനകത്ത് നമ്മൾ പറഞ്ഞു സ്ക്രാച്ച് ആവാം, ഗ്രേസ് ആവാം, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലെ പാറ്റേൺ അബ്രേഷൻസ് ഒക്കെ ആവുന്നത് അതിൽ പെടുന്നു. കൺഡ്യൂഷൻ ഓർ ബ്രൂയിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർണിക്കയുടെ ചതവ്, അല്ലെ, ചതവുകളാണ് കൺഡ്യൂഷൻ ഓർ ബ്രൂയിസ്. ഇന്നലെ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ? ഇൻസിഷൻ ചെയ്ത് നോക്കിയാൽ ഇത് ഏതാണ്, പോസ്റ്റ്മോർട്ടം ലിവിഡിറ്റി ആണോ അല്ല കൺഡ്യൂഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റും. ആ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇൻസിഷൻ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ കൺഡ്യൂഷൻ ആണ് ഇത്, ചതഞ്ഞ് എന്ന് നമ്മൾ പറയുന്നത്. Conduction or bruise, it is the effusion of blood into blood tissues due to rupture of the subcutaneous vessels caused by a blunt trauma. ഒരു ബ്ലണ്ട് ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടായിരിക്കും ഇത് വരുന്നത്. ഇപ്പൊ മുഷ്ടി ചുരുട്ടി ഇടിക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂർത്തതല്ലാത്ത ഏതെങ്കിലും ഒരു സാധനങ്ങൾ കൊണ്ട് ഇടിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ കൺഡ്യൂഷൻ വരുന്നത്. അപ്പൊ ലാർജ് ബ്ലഡ് വെസൽ ഇസ് ഇൻജൂർഡ്, ട്യൂമർ ലൈക്ക് മാസ് കോൾഡ് ഹെമറ്റോമ അവിടെ ഉണ്ടാവും. എന്നിട്ട് ബ്ലഡ് കെട്ടിക്കിടക്കുന്ന പോലെ ഹെമറ്റോമ ഉണ്ടാവും. സൈസ് ഓഫ് ദ ബ്രൂസ് ഇസ് സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ സർഫസ് ഓഫ് ദ ഏജന്റ് വിച്ച് ഇസ് കോസ്ഡ് ആസ് ബ്ലഡ് കണ്ടിന്യൂ ടു എസ്കേപ്പ് ഇൻ ടു ദ ഏരിയ. അതില് ഫേസ്, വൾവ, സ്ക്രോട്ടത്തിലൊക്കെ ആണെങ്കിൽ സ്ലൈറ്റ് ഡിഗ്രി ഓഫ് വയലൻസ് മേ കോസ് ലാർജ് ബ്രൂയിസ്. അതേസമയം അബ്ഡമൻ, ബാക്ക്, സ്കാൽ, പാം സോട്സിലൊക്കെ ആണെങ്കിൽ മോഡറേറ്റ് വയലൻസ് മാത്രമേ കാണുള്ളൂ. ഇവിടെ ഒരു ബ്ലാക്കനിങ് ഓഫ് ദി ഏരിയ കൂടെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെയും ഒരു ഏജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏജ് അറ്റ് ഫസ്റ്റ് 1 to 2 hours ആണെങ്കിൽ, അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആണെങ്കിൽ ദാറ്റ് വിൽ ബി റെഡ് കളർ. ഒരു 2 to 3 ഡേയ്സ് കഴിയുമ്പോൾ ബ്ലൂ കളറായി, 4th ഡേ ആകുമ്പോൾ ബ്രൗൺ ആയി. ഈ ബ്രൗൺ ഇതിന്റെ കളറിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹീമോസിഡറിൻ ആണ്. 5 to 6 ഡേയ്സിന് ശേഷമാണെങ്കിൽ അത് ഗ്രീനിഷ് ആണ്. 7 to 12 ഡേയ്സിന് ശേഷമാണെങ്കിൽ ദാറ്റ് വിൽ ബി യെല്ലോ. അപ്പോൾ ഈ ഓർഡറും കൂടെ, ഈ ബ്രൂയിസും ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർക്ക് തനിയെ ഉണ്ടാക്കാൻ പറ്റും. ഈ സ്റ്റേജുകൾ കടന്നു പോയില്ലെങ്കിൽ ബ്രൂയിസും ഫെയിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ആള് ഉണ്ടാക്കിയതായിരിക്കും. അപ്പൊ ഫസ്റ്റ് ഡേയിൽ ആദ്യം എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ദിവസം നല്ല റെഡ് ആയിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് RBBGY അല്ലെ, റെഡ് ആവാം, പിന്നെ ബ്ലൂ ആവാം, അത് കഴിഞ്ഞ് ബ്രൗൺ ആണ്, പിന്നെ GY ഗ്രീനും യെല്ലോയും. അത് ഏകദേശം ഒരു 12 ഡേയ്സിനുള്ളിൽ കഴിയുമെന്ന് ഓർക്കുക. 2 വീക്സ് കഴിയുമ്പം ഇത് യൂഷ്വലി അങ്ങ് മാറും. ആർട്ടിഫിഷ്യൽ ബ്രൂസസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ സം ഇറിറ്റന്റ് സബ്സ്റ്റൻസസ്. ഈ കലോട്രോപ്പിസ് കൊണ്ടൊക്കെ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ദേ ആർ ഡാർക്ക് ബ്രൗൺ കളർ ആൻഡ് ട്രൂ ബ്രൂസസ് ഷോ ടിപ്പിക്കൽ കളർ ചേഞ്ച്. ഈ ഒരു കളർ ചേഞ്ചുകൾ, ഈ റെഡ്, ബ്ലൂ, ബ്രൗൺ, ഗ്രീൻ, യെല്ലോ ചേഞ്ചസ് ആർട്ടിഫിഷ്യൽ ബ്രൂസസിനകത്ത് കാണില്ല. ഇനി നമ്മൾ കേട്ടിട്ടുണ്ടാവും ബ്ലാക്ക് ഐ എന്ന് പറയും. സ്പെക്ടക്കൽ ഹെമറ്റോമ എന്നാണ് ഈ ബ്ലാക്ക് ഐക്ക് പറയാം. കണ്ണിന് നേരെ ഇടിച്ചു കഴിഞ്ഞാൽ കണ്ണിങ്ങനെ വീങ്ങിയിരിക്കുന്നത് പോലെ. ആൻഡ് ദാറ്റ് ഈസ് ബ്ലാക്ക് ഐ, അല്ലെങ്കിൽ സ്പെക്ടക്കൽ ഹെമറ്റോമ എന്നാണ് അതിനെ വിളിക്കുക. മറ്റൊന്ന് ബാറ്റിൽ സൈൻ ആണ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്രാക്ചർ ഓഫ് ജോ അപ്പിയർ ഇൻ ദ നെക്ക്. നമ്മൾ ജോയ്ക്ക് ഫ്രാക്ചർ വന്ന കേസിലാണെങ്കിൽ അതിൻ്റെ ഒരു സൈൻ ആയിട്ട് കാണുന്നതാണ് ഈ ബാറ്റിൽ സൈൻ എന്ന് പറയുന്നത് കേട്ടോ. ബ്ലാക്ക് ഐ, സ്പെക്ടക്കൽ ഹെമറ്റോമ, ബാറ്റിൽ സൈൻ, ഫ്രാക്ചർ ഓഫ് ദ ജോ, അപ്പിയർ ഇൻ ദ നെക്ക്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്ന് ഓർക്കുക കേട്ടോ. ഇനി ലാസറേഷൻ.
ഇത് രണ്ടും നമ്മൾ സൂപ്പർഫിഷ്യലി കണ്ടതാണ് അല്ലേ. അബ്രേഷൻ ആയിക്കോട്ടെ കൺഡ്യൂഷൻ ഓർ ബ്രൂയിസ് ആയിക്കോട്ടെ രണ്ടും ഏകദേശം ഒരു പെരിഫറയിൽ ഉള്ളതുപോലെ നമുക്ക് തോന്നുള്ളൂ. എന്നാൽ ലാസറേഷൻ എന്ന് പറഞ്ഞാലോ കണ്ട ശരിക്കും ക്ലീൻ കട്ട് വൂണ്ട് പോലെ നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ഓപ്പൺ വൂണ്ട് ആണ്. ടിയർ ഓർ സ്പ്ലിറ്റ് ഓഫ് ദ സ്കിൻ, മ്യൂക്കസ് മെംബ്രെയിൻ, മസിൽ ഓർ ഇന്റർണൽ ഓർഗൻസ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ബ്ലണ്ട് ഫോഴ്സ് ടു ബ്രോഡ് ഏരിയ ഓഫ് ദ ബോഡി. ഇൻസൈഡ് ലൈഫ് ലുക്കിംഗ് ലാസറേറ്റഡ് വൂണ്ട് ആയിട്ട് കാണും. നമ്മൾ ചെറുതായിട്ട് കത്തി കൊണ്ടൊന്ന് കീറിയത് പോലെ കാണാൻ പറ്റും. ലാസറേഷൻസ് പ്രൊഡ്യൂസ് വിതൗട്ട് എക്സസീവ് സ്കിൻ ക്രഷിംഗ് മേ ഹാവ് റിലേറ്റീവ് ഷാർപ്പ് മാർജിൻ. യൂഷ്വലി ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവരുന്നതാണ് ലാസറേഷൻസ്. ഓക്കെ, സൈഡ്സ് ആർ സ്കാൽപ്പ്, ഐബ്രോസ്, സൈഡ്സ് ആർ സ്കാൽപ്പ്, ഐബ്രോസ്, ചീക്ക് ബോൺസ്, ചെക്ക് ബോൺസ് അല്ല ചീക്ക് ബോൺസ് ആണ്, ലോവർ ജോ, ഷിൻ. ഇതില് കുറച്ച് ഡിഫറെന്റ് സ്പ്ലിറ്റ് ലാസറേഷൻസ് ഉണ്ട്, സ്ട്രെച്ച് ലാസറേഷൻസ് ഉണ്ട്, അവൽഷൻ ഫ്രാക്ചർ ഓർ ഫ്ലേയിങ് ഉണ്ട്, ടിയറിംഗ്, കട്ട് വൂൺസ് ഒക്കെ ആയിട്ട് ലാസറേഷൻസിനെ പറയാറുണ്ട്. ഫ്ലൈയിങ് ഇൻ അവൽഷൻ എന്ന് പറഞ്ഞാൽ ഷിയറിംഗ് ആക്ഷൻ ആണ്. ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ആക്സ് ഒക്കെ കൊണ്ട് ചെയ്യുന്ന പോലത്തെ രീതിയിലുള്ളതാണ് ലാസറേഷനകത്ത് വരുന്നത്, ഈ ഫ്ലൈയിങ് ഇൻ അവൽഷൻ എന്ന് പറയുന്നത്. ഇനി സ്പ്ലിറ്റിംഗ് ഓക്കേഴ്സ് ബൈ ക്രഷിംഗ് ദ സ്കിൻ ബിറ്റ്വീൻ ഹാർഡ് ഒബ്ജക്ട്സ്. ഇനി സ്പ്ലിറ്റിംഗ് ആണ് ലാസറേഷൻ എങ്കിലോ ഒരു ഹാർഡ് ഒബ്ജക്റ്റിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് കിടന്ന് ക്രഷ് ആവണം. ഓക്കെ, സ്ട്രെച്ച് ലാസറേഷൻ ഓവർ സ്ട്രെച്ചിങ് ഓഫ് ദ സ്കിൻ ആണ്. ടിയർ എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ബൈ സെമി ഷാർപ്പ് ഒബ്ജക്ട്സ്, ഇറ്റ്സ് ഡീപ്പർ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അതാണ് ടിയർ അറിയുന്നത്. കട്ട് ലാസറേഷൻസ് ആണ് നമ്മൾ ആക്സ് കൊണ്ടൊക്കെ പറയുന്നത്. ഇതിന് ലാസറേഷൻ എപ്പോഴും ഒരു ടെയിൽ മാർക്ഡ് ആയിരിക്കും. ഒരു ടെയിൽ ഉണ്ടാവും, നമുക്കൊരു അറ്റം കാണാനുണ്ടാവും. ഉള്ളിലുള്ള എന്താ പറയുക മസിൽസ് ആകട്ടെ പിന്നെ നമ്മുടെ ഫാറ്റ് ആകട്ടെ ഒത്തിരി ക്രഷ്ഡ് ആയിരിക്കും. നമുക്കൊരു തരം ക്ലീൻ കട്ട് വൂൺസ് പോലെ തന്നെയാണ് തോന്നുക. ഇനി ഇൻസൈസ്ഡ് വൂൺസും ഒരുതരം ക്ലീൻ കട്ട് വൂൺസ് തന്നെയാണ്. Clean cut through the tissues which is longer than it is deep, which is longer than it is deep. ഈ ഇൻസൈഡ്സ് വൂൺസിന് നീളമായിരിക്കും കൂടുതൽ, കാരണം കമ്പയർഡ് ടു ഡെപ്ത്. സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും, എമറേജസ് മോർ. നൈഫ്, റേസർ, സ്കാൽപ്പൽ, സ്വാഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഇൻസൈഡ്സ്. അപ്പൊ ലാസറേഷനും ഇൻസൈസ്ഡ് വൂണ്ടും ഏകദേശം സിമിലർ ആയിട്ട് തന്നെ നമുക്ക് തോന്നും കേട്ടോ. ഇൻസൈസ്ഡ് വൂണ്ട് അപ്പിയേഴ്സ് ലാസറേറ്റഡ് ഓൺ ടെസ്റ്റസ്. അതിങ്ങനെ ഒരു പെരിഫറലി ഒരു ചെറുതായിട്ട് കട്ട് ചെയ്ത പോലെയും കുറച്ച് ഏരിയ കൂടുതലൊക്കെ ആയിട്ട് വരുന്നത് ടെസ്റ്റസിലാണ്. ഇൻസൈസ്ഡ് വൂണ്ട്സ് ആർ ഡീപ്പർ അറ്റ് ദർ ബിഗിനിങ് ബിക്കോസ് മോർ പ്രഷർ ഇസ് എക്സേർട്ടഡ് ഓൺ ദ നൈഫ് അറ്റ് ദിസ് പോയിന്റ് ആൻഡ് നോൺ ആസ് ദ ഹെഡ് ഓഫ് ദ വൂണ്ട്. ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ കട്ട് ഇറ്റ് ഇസ് കോൾഡ് ആസ് ടെയിലിംഗ് ഓഫ് ദ വൂണ്ട്. ഇത് പിന്നെ ഏത് തരം ടെയിലിംഗ് ഓഫ് ദ വൂണ്ട് വെച്ചിട്ട് ഏത് തരം വൂണ്ട് അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെന്റ് കൊണ്ടുള്ള വൂണ്ടാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും പറ്റും. ഫ്രഷ് ആണെങ്കിൽ ഒരു ഫസ്റ്റ് 12 hours വിത്ത് ബ്ലഡ് ആൻഡ് ലിംഫ് ല്യൂക്കോസൈറ്റ്സ് കൂടുതലായിരിക്കും. 24 hours ശേഷം എൻഡോത്തീലിയൽ സെൽ, സ്കാബ് ഓർ ഡ്രൈഡ് ക്ലോട്ട് കാണാൻ പറ്റും. നമ്മുടെ കലൻഡുലയിലൊക്കെ ഇൻസൈസ്ഡ് ഓർ ലാസറേറ്റഡ് വൂണ്ട്സ് എന്നൊക്കെ പറയുന്നത് ഈ ക്ലീൻ കട്ട് വൂണ്ടുകളാണ്. ഷാർപ്പ് ഒബ്ജക്ട്സ് കൊണ്ട് ജസ്റ്റ് ഒരു വര പോയതുപോലെ തോന്നുള്ളൂ. കുറച്ചുകൂടെ ലെങ്ത് ആയിരിക്കും കൂടുതൽ ദാൻ ഡെപ്ത്. അതാണ് വ്യത്യാസമുള്ളൂ. ഇനി ഹെസിറ്റേഷൻ മാർക്സ് ഓർ ടെൻഡേറ്റീവ് കട്ട്സ് നമ്മൾ അന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അതായത് സൂയിസൈഡൽ കട്ട്സ് എന്ന് പറയും, ഓർ സൂയിസൈഡൽ വൂണ്ട്സ്. ഒന്നിലധികം തവണ സൂയിസൈഡ് ചെയ്യുന്നവർക്ക് പേടിയുണ്ടാവുന്നതാണ് പറയുക. ഒന്നിലധികം തവണ യൂഷ്വൽ സൂയിസൈഡ് നമ്മുടെ ഈ അധികവും ഈ റേഡിയൽ അൾനൈഡൊക്കെ നമ്മുടെ റിസ്റ്റിന്റെ ഏരിയയിലാണല്ലോ ഒന്നിലധികം വൂണ്ടുകളായിട്ട് കാണും. അപ്പം അവർക്ക് ധൈര്യമില്ല, അപ്പൊ അവർ കുറെ പ്രാവശ്യം ഈ കട്ടുകൾ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ചോപ്പ് വൂണ്ട്സ്, ഇപ്പൊ മറ്റേതിനകത്തൊക്കെ നമ്മുടെ വൂണ്ടുകൾ ഫ്രഷ് ആണ്, അവിടുത്തെ ഭാഗങ്ങളും ഫ്രഷ് ആണ്. പക്ഷെ ചോപ്പ് വൂണ്ട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചോപ്പ് ചെയ്തു, ചതച്ച് കളഞ്ഞു. അവിടുത്തെ ഏരിയകളൊന്നും അത്രയും ഫ്രഷ് ആയിക്കൊള്ളുന്നില്ല. ഇനി ഡീപ്പ് ഗ്യാപ്പിംഗ് വൂണ്ട്സ് ബൈ ഹെവി ഷാർപ്പ് എഡ്ജസ് ലൈക്ക് ആക്സ്, ഡീപ്പ് ബിഗ് സ്വോർഡ് ഓർ ചോപ്പർ. ചോപ്പർ വെച്ചൊക്കെ ചതച്ച് കളയും. ചോപ്പർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ചതച്ച് കളഞ്ഞു. wound margins are bruised, wound margins are not cleanly cut, underlying organs and tissues cleanly cut, depth of the wound is greater. നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്തിനേക്കാളും ഡെപ്ത് ഇവിടെ കുറച്ചുകൂടെ ഡീപ്പർ ആയിരിക്കും. ഇനി കട്ട് ത്രോട്ട് ഇഞ്ചുറി ഉണ്ട്. അത് സൂയിസൈഡിലും ഹോമിസൈഡിലും നമ്മുടെ ഡിഫറൻസ്. സൂയിസൈഡിലാണെങ്കിൽ എപ്പോഴും തൈറോയ്ഡ് കാർട്ടിലേജിന് എബവ് ആണ്, ഹോമിസൈഡിലാണെങ്കിൽ ബിലോ തൈറോയ്ഡ് കാർട്ടിലേജ്. ഈ ഹെസിറ്റേഷൻ കട്ട്, സ്റ്റെയിലിംഗ് ഓഫ് വൂണ്ട് ഒക്കെ കാണുന്നത് സൂയിസൈഡൽ കട്ടാണ്. സെൽഫ് ഇൻഫ്ലിക്റ്റഡ് വൂണ്ട് ഉണ്ടാവും സൂയിസൈഡിൽ. വെപ്പൺ ഗ്രാസ്പ് ഫേംലി ഇൻ ദ ഹാൻഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കട്ട് ത്രോട്ടിലൊക്കെ കഡാവറിക് സ്പാസം ആയിട്ട് കാണുമെന്ന്. ഓക്കെ, അതൊന്നും ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാണെങ്കിലും സൂയിസൈഡിലും ഹാങ്ങിങ്ങിലും ഒക്കെ എബവ് ദ തൈറോയ്ഡ് കാർട്ടിലേജ് ആണ്. പക്ഷേ സ്ട്രാങ്കുലേഷൻ ഒക്കെ ആണെങ്കിൽ ഒന്നുകിൽ ഓവർ ദ തൈറോയ്ഡ് കാർട്ടിലേജ് ഓർ ബിലോ ദ തൈറോയ്ഡ് കാർട്ടിലേജ്. ഇനി സ്റ്റാബ് ആണ്. ഇത് പലയിടത്തായി കുത്തി പുലർത്തി വെച്ചിരിക്കുന്നത് സ്റ്റാബ് വൂണ്ട്സ് ഓർ പങ്ക്ചേർഡ് വൂണ്ട്സ്. ശരിക്കും പങ്ക്ചേർഡ് വൂണ്ട് എന്നാണ് ആ പേര് പറഞ്ഞാലാണ് നമ്മൾ ഓർക്കുക. ഇങ്ങനെ ആഴത്തിൽ കുത്തിയ രീതിയിലാണ് കാണുന്നത്.
It is a wound when a pointed weapon is forcibly driven into the skin. കുത്തി അങ്ങോട്ട് ഇറക്കണം. That is skin and muscles. And they may be penetrating or perforating. Penetrating wound എന്ന് പറഞ്ഞാൽ അത് ബോഡിയുടെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്തതേ ഉള്ളൂ. അതായത് ബോഡി ക്യാവിറ്റിയിൽ ഏതിലോ എൻ്റർ ചെയ്തു. വെൻ ഇൻ എൻറ്റേഴ്സ് എ ബോഡി ക്യാവിറ്റി ലൈക്ക് ചെസ്റ്റ് ആൻഡ് അബ്ഡമൻ. പെർഫറേഷൻ എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ കയറി പുറത്തുകൂടെ വരും. ഓക്കെ, പെർഫറേറ്റിംഗ്. ചിലതരം ബുള്ളറ്റ്സ് അങ്ങനെ ആവും, അല്ലെങ്കിൽ ഈ നമ്മളെ കുന്തം പോലുള്ള സാധനങ്ങളൊക്കെ കുത്തി ഇറക്കുന്നൊക്കെ കണ്ടിട്ടില്ലേ, മറ്റേ ബാഹുബലിയുടെ ഒക്കെ ഫിലിമിലൊക്കെ വന്നതുപോലെ, അത് ശരിക്കും പെർഫറേറ്റിംഗ് വൂണ്ടാണ്. പെനിട്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അബ്ഡമിനൽ ക്യാവിറ്റിയിലെ ചെറിയ ഈ കടാരയൊക്കെ കൊണ്ട് കുത്തുന്നതൊക്കെ ശരിക്കും പെനിട്രേറ്റിംഗ് വൂണ്ടുകളാണ്. ഓക്കെ, ഡെപ്ത് ഇസ് ഗ്രേറ്റർ ദാൻ ദ വിഡ്ത്ത്, ഫിഷ് ടെയിലിംഗ് ഇൻ സ്റ്റാബ് വൂണ്ട് വിൽ ബി സെയിം. ഇനി മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻറ്റ് of incised or stab wound എന്ന് പറഞ്ഞാൽ shape of the wound tells the type of the weapon, direction and dimension of injuries tell the relative position of the victim and attacker, age of injury tells about the time of the death. നമ്മൾ വൂണ്ടുകളിൽ അബ്രേഷൻ പഠിച്ചു, അത് കഴിഞ്ഞ് നമ്മൾ കൺഡ്യൂഷൻ പഠിച്ചു, ലാസറേഷൻ പഠിച്ചു, ഇൻസൈസ്ഡ് വൂണ്ടുകളെ കുറിച്ചും സ്റ്റാബ് വൂണ്ടുകളെ കുറിച്ചും, സ്റ്റാബ് ഓർ പങ്ക്ചേർഡ് വൂണ്ടുകളെ കുറിച്ചും പഠിച്ചു. ഇനി അതാണ് ഹരാക്കിരി എന്നൊക്കെ പറയുന്നത്. നമ്മുടെ പഴശ്ശിരാജയൊക്കെ ഇങ്ങനെ മരിച്ചു എന്നാണ് പറയാം. ഹരാക്കിരി എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. Suicide in which the spots on inflicts a single large wound on abdomen with the short sword in sitting position or falling forward on the sword. അതാണ് ഹരാക്കിരി. ഇനി റീജിയണൽ ഇഞ്ചുറീസിൽ പെടുന്ന ഒരു സാധനമാണ് കൂപ്പ് ആൻഡ് കോൺട്രി കൂപ്പ് ഇഞ്ചുറി. നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ റോഡ് ആക്സിഡൻസിലൊക്കെ വന്ന് ഇങ്ങനെ തല ഹിറ്റ് ചെയ്തിട്ട് പുറകോട്ട് പോകുന്ന ഒരു കേസാണ്. occur immediately beneath the area of impact and results by impacting force. It cause immediate contusion and hemorrhage. കൂപ്പ് ആൻഡ് കോൺട്രി കോപ്പ് സ്കൾ ഇഞ്ചറി ആണ് കേട്ടോ. അപ്പൊ കൂപ്പ് ഇഞ്ചുറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിറ്റ് ചെയ്ത ഭാഗത്ത് ആളുടെ ബ്രെയിൻ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ഇഞ്ചുറി. കോൺട്രി കോപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബ്രെയിനിന്റെ ഭാഗം ചെന്ന് പുറകോട്ട് ചെന്ന് ഇടിക്കുന്നതാണ് കോൺട്രി കോപ്പ്. അതാണ് ഫ്രാക്ചർ ഓഫ് ദ സ്കൾ ഓക്കറിംഗ് ഓപ്പോസിറ്റ് ദ സൈറ്റ് ഓഫ് ദ ഫോഴ്സ് ആണ് കോൺട്രി കൂപ്പ് ഇഞ്ചുറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് ഫ്രാക്ചേഴ്സ് ഓഫ് ദ സ്കൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഫിഷേർഡ് ഫ്രാക്ചർ ആണ്. ദാറ്റ് ഈസ് എ ലീനിയർ ഫ്രാക്ചർ ഇൻവോൾവിംഗ് ഇന്നർ ഓർ ഔട്ടർ ടേബിൾ caused by the forcible impact with broad surface like ground, blunt object or fall from a height. അങ്ങനെയൊക്കെ വരുന്നതാണ് ഫിഷേർഡ് ഫ്രാക്ചർ. ഡിപ്രസ്ഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഈസ് ദ പോർഷൻ ഓഫ് ദ ഫ്രാക്ചർ ഇസ് ഡ്രിവൺ ഇൻവേർഡ്സ്. പ്രത്യേകിച്ച് ആള് ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്പീഡിൽ സാധനം വന്ന ആളുടെ ഹെഡിൽ ഹിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഈ ഡിപ്രസ്ഡ് ഫ്രാക്ചർ ആണ് പറയുക. അതിന് നമ്മൾ ഫ്രാക്ചറെ ഇല്ല സിഗ്നേച്ചറെ എന്നൊക്കെ പറയും. ഇനി കമ്മ്യൂണിക്കേറ്റഡ് ഫ്രാക്ചർ ഉണ്ട്, 2 or more ഫ്രാക്ചർ വിച്ച് ഡിവൈഡ് ദ ബോൺ ഇൻ ടു മൾട്ടിപ്പിൾ ഫ്രാഗ്മെന്റ്സ്. അതാണ് കമ്മ്യൂണിക്കേറ്റഡ്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള കോമ്പൗണ്ട് ഫ്രാക്ചർ പോലെ. ഇനി പോണ്ട് ഓർ ഇന്റൻഡഡ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഫ്രം ദ കംപ്രഷൻ ബൈ ഒബ്സ്ട്രക്റ്റീവ് ഫോഴ്സസ് ഓർ ഇമ്പാക്ട് ഫ്രം ആൻ ബ്ലണ്ട് ഒബ്ജക്ട്. കംപ്രഷൻ കൊണ്ടുവരുന്നതാണെങ്കിൽ ഇന്റൻഡഡ് ഫ്രാക്ചർ. ഗട്ടർ ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ഔട്ടർ ടേബിൾ ഇസ് റിമൂവ്ഡ് സോ ഫ്രം എ ഗട്ടർ. ഒബ്ലിക് ബുള്ളറ്റ് വൂണ്ട് ഓർ ഒബ്ലിക് വൂണ്ട് ബൈ സ്വോർഡ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. റിംഗ് ഫ്രാക്ചർ ഓർ ഫിഷേർഡ് ഫ്രാക്ചർ വിൻ എൻസർക്കിൾ ദ ബേസ് ഓഫ് ദ സ്കൾ അറൌണ്ട് ഫൊറാമൻ മാഗ്നം ആണെങ്കിൽ അത് നമ്മൾ റിംഗ് ഫ്രാക്ചർ എന്ന് പറയും. ആ ഫൊറാമൻ മാഗ്നത്തിനെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ റിംഗ് ഫ്രാക്ചർ എന്നാണ് പറയുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആള് വലിയ ഹൈറ്റിൽ നിന്ന് ഫോൾ ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിന്റെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഇമ്പാക്ട് വരുന്നത് നമ്മുടെ ഈ ഓക്സിപിറ്റൽ ഏരിയയിലെ ഫൊറാമൻ മാഗ്നത്തിലാണ്. അങ്ങനെയാണ് അത് എപ്പോഴും വരുന്നത്. ഫോൾ ഫ്രം ഹൈറ്റ് ആണ്. അതിന്റെ ഇമ്പാക്ട്, അയാൾ ഇരിക്കുന്ന പൊസിഷനിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് ഇമ്പാക്ട് അല്ലെങ്കിൽ ആ ഫോഴ്സ് കൺവേ ചെയ്യുന്നത് ഈ ഫൊറാമൻ മാഗ്നത്തിലായിരിക്കും. അതാണ് റിംഗ് ഫ്രാക്ചർ. ഇനി ഇൻട്രാക്യുനൽ ഹെമറേജസ്, ഇതിൽ നിന്ന് സാധാരണഗതിയിൽ നമുക്ക് PMൽ നിന്നും ഒരു ചോദ്യം, അതായത് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്, സബ് ഡ്യൂറൽ ഹെമറേജ്, സബ് അരക്നോയിഡ് ഹെമറേജ്. ഈ 3 ഹെമറേജിലും എന്താണ് പ്രത്യേകത, ഏത് ആർട്ടറിയാണ് ഇൻവോൾവ് ചെയ്തത്, ഇതാണ് ചോദിക്കാറ്. ആർട്ടറി അല്ല, ഏത് വെസലാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ EDH ഓർ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിംഗ് ഒക്വർ ബിറ്റ്വീൻ ഇന്നർ ടേബിൾ ഓഫ് ദ സ്കൾ ആൻഡ് ഡ്യൂറ മാറ്റർ, ട്രോമാറ്റിക് ആയിരിക്കും. ഓർത്തിരിക്കണം, എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിന് 2 പോയിന്റ് ആണുള്ളത്. ഒന്ന് EDH, ഇറ്റ് ഇസ് ഡ്യൂ ടു മിഡിൽ മെനിഞ്ചൽ ആർട്ടറിയുടെ റപ്ചർ വിത്ത് ഫ്രാക്ഷൻ ഓഫ് ദ ടെമ്പറൽ ബോൺ. രണ്ടാമത് ലൂസിഡ് ഇന്റർവലും EDH-നാണുള്ളത്. സോ EDH-ലാണ് ഒന്ന് മിഡിൽ മെനിഞ്ചൽ ആർട്ടറി, രണ്ടാമത് ലൂസിഡ് ഇന്റർവൽ ഉള്ളത് ഓർക്കുക. എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജില് മിഡിൽ മെനിഞ്ച് EML ഒന്ന് ഓർത്താൽ മതി. ഇനി സബ്ഡ്യൂറൽ ഹെമറേജ് ആണെങ്കിലോ, ഇറ്റ് ഈസ് ഡ്യൂ ടു ദ സബ്ഡ്യൂറൽ ഹെമറേജ് ആണെങ്കിൽ ബിറ്റ്വീൻ ഡ്യൂറ ആൻഡ് അരക്നോയിഡ് മാറ്റർ ആണ്. മോസ്റ്റ് കോമൺലി ഒക്കേഴ്സ് ഡ്യൂ ടു ദ റപ്ചർ ഓഫ് ബ്രിഡ്ജിംഗ് വെയിൻ.
സബ്ഡ്യൂറലിന് ബ്രിഡ്ജ്, രണ്ട് ഒരു ഡി ഡി നമുക്ക് പ്രൊണൗൺസ് ചെയ്ത് വരുന്നല്ലോ. സബ്ഡ്യൂറൽ ഇറ്റ് ഇസ് ഡ്യൂ ടു ദ റപ്ചർ ഓഫ് ബ്രിഡ്ജിങ് വെയിൻ. അത് ഒക്വർ ചെയ്യുന്നത് ഫ്രണ്ടോ പെരൈറ്റൽ ലോബിലാണ്. ഇവിടെ ലൂസിഡ് ഇന്റർവൽ ഇല്ല. അപ്പൊ അതാണ് ഒരു ഡിഫറൻറ്റ് പറഞ്ഞത്. EDH ഓർ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് മിഡിൽ മെനിഞ്ചൽ ആർട്ടറി ആണ് വരുന്നത്. അതിന്റെ ഒരു കേസ് പറയുന്നത് ലൂസിഡ് ഇന്റർവൽ ഉണ്ട്. സബ്ഡ്യൂറൽ ഹെമറേജ് ആണെങ്കിൽ ബ്രിഡ്ജിങ് വെയ്സ് ആണ്, അതുകൊണ്ട് ഇവിടെ ലൂസിഡ് ഇന്റർവൽസ് ഒന്നും പറയുന്നില്ല. സബ്ഡ്യൂറൽ ഹെമറേജ് ആണ് നമ്മൾ ബോക്സേഴ്സിലൊക്കെ കാണുന്നത് കേട്ടോ. ബോക്സേഴ്സിന്റെ ഹീറ്റിലൊക്കെ വരുന്നത് ശരിക്കും സബ്ഡ്യൂറൽ ഹെമറേജ് ആണ്. അടുത്തതാണ് സബ് ഹെമറേജ് എന്ന് പറയുന്നത്. ബ്ലീഡിംഗ് ഒക്വർ ഇൻ ദ സബ് സ്പേസ് ബിറ്റ്വീൻ എറക്നോയിഡ് ആൻഡ് പയാ മാറ്റർ, ട്രോമാനിക് ഓർ സ്പോണ്ടേനിയസ് ഫ്രം ദ റപ്ചർ ഓഫ് ബെറി അന്യൂറിസം. ബെറി അന്യൂറിസം സബ് അരക്കനോയിഡ് എന്നുള്ള കാര്യം ഓർക്കുക. അരക്കനോയിഡ് ആൻഡ് അന്യൂറിസം. സോ എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ് ആണ് ഒരു വ്യത്യാസം ഉണ്ടായിരുന്നത്. മിഡിൽ മെനിഞ്ചൽ ആർട്ടറിയാണ് ലൂസിഡ് ഇന്റർവൽ. സബ് ഡ്യൂറൽ ഹെമറേജ് എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് വെയിൻസ് ആണ്. അത് ബോക്സേഴ്സിൽ കാണുന്നു, ലൂസിഡ് ഇന്റർവൽ ഇല്ല. സബ് അരക്കനോയിഡ് ഹെമറേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു റപ്ചർ ഓഫ് ബെറി അന്യൂറിസം. ഈ സാധനം ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഹിസ്റ്ററി ഓഫ് പേഷ്യൻസ് വിത്ത് ഹൈപ്പർ ടെൻഷൻ ഓർ അതെറോസ്ക്ലെറോസിസ്. അപ്പൊ നമ്മൾ സബ് അരക്കനോയിഡ് ഹെമറേജ് കാണുക ഹൈപ്പർ ടെൻഷൻ കേസിലാണ്. ഇതാണ് മൂന്നും തമ്മിലുള്ള വ്യത്യാസം. ഇനി റെയിൽവേ സ്പൈൻ എന്ന് കേട്ട് കാണും. റെയിൽവേ സ്പൈൻ ഇറ്റ് ഈസ് okay, it is due to the sudden acceleration and deceleration force applied to the front seat occupant passenger. Front seat ഉള്ളവർക്ക് വരുന്ന acceleration deceleration motion കൊണ്ടുണ്ടാകുന്ന ഇൻജുറി ആണ് whiplash injury. It is resulting in contusion or laceration of spinal cord and fracture of dislocation C5 and C6. നമ്മൾ ജുഡീഷ്യൽ ഹാങ്ങിങ് പറഞ്ഞപ്പോൾ C2, C3, C4 കാര്യം പറഞ്ഞു. ഇത് പറയുന്നത് ലാസറേഷൻ ഓഫ് സ്പൈനൽ കോഡ് ആൻഡ് ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ ഓഫ് C5 and C6 ആണ് വിപ്ലാഷ് ഇഞ്ചുറിയിൽ. അപ്പൊ ഇഞ്ചുറീസ് നമ്മൾ പറഞ്ഞതിനകത്ത് ഈ ലാസ്റ്റ് പാർട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് സ്കൾ ഫ്രാക്ചറിൽ കംപ്രഷൻ ഫ്രാക്ചർ, ഡീകംപ്രഷൻ ഫ്രാക്ചർ, റിംഗ് ഫ്രാക്ചർ, റെയിൽവേ സ്പൈൻ, വിപ്ലാഷ് ഇഞ്ചുറി, കൂപ്പ് ആൻഡ് കോൺട്രി കൂപ്പ് ഇഞ്ചുറി, ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർക്കണം. ഇനി ഇൻട്രാസ്പെർ അതുപോലെ EDHന്റെ കാര്യം, SDHന്റെ കാര്യം, SAHന്റെ കാര്യം. ഇതിന്റെ ഏതാണ് വെസൽസ് അഫക്ട് ചെയ്യുന്നത്, ലൂസിഡ് ഇന്റർവൽ ഏതാണ്, ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിൽ ഏതാണ് കാണുന്നത്, ബോക്സേഴ്സിൽ ഏതാണ് കാണുന്നത്, ബോക്സേഴ്സിൽ വരുമ്പോൾ ഏത് വെയിനാണ് അഫക്ട് ചെയ്ത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കുക. ഇനി ഇൻട്രാസെറിബ്രൽ ഹെമറേജ് ഉണ്ട്. ദാറ്റ് ഇസ് മോസ്റ്റ് കോമൺ. സബ് അരക്കനോയിഡ് ഹെമറേജിനെ പോലെ തന്നെ ഇൻട്രാസെറിബ്രൽ ഹെമറേജിനും മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ ആണ്. നമ്മൾ പഠിച്ചു കാണും. ഏറ്റവും കോമൺ സൈറ്റ് എന്ന് പറയുന്നത് പുട്ടാമൻ ആണ്. It is the most common blood vessel ആണെങ്കിലോ lenticulostriate branch of middle cerebral artery ആണ്. മിഡിൽ മെനിഞ്ചൽ ആർട്ടറി നമ്മൾ നേരത്തെ ഏതാ പറഞ്ഞത്, ഓർക്കുന്നുണ്ടോ? ഇറ്റ് ഈസ് എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജ്. താങ്ക് യു. എക്സ്ട്രാ ഡ്യൂറൽ ഹെമറേജിലാണ് നമ്മൾ മിഡിൽ മെനിഞ്ചൽ ആർട്ടറി പറഞ്ഞതെങ്കിൽ ഇൻട്രാ സെറിബ്രൽ ഹെമറേജിൽ വരുന്നത് മിഡിൽ സെറിബ്രൽ ആർട്ടറി ആണെന്ന് മറന്നു പോകരുത്. അപ്പം ഈ 4 ഹെമറേജസിന്റെ കാര്യം 1 by 1 ആയിട്ട് ഓർക്കണം. EDHല് മിഡിൽ മെനിഞ്ചൽ ആർട്ടറി ആണ്, ലൂസിഡ് ഇന്റർവൽ ഉണ്ടായിരുന്നു. സബ് അരക്കനോയിഡ് ആണെങ്കിൽ അന്യൂറിസം, ബെറി അന്യൂറിസം ആണ്, ഹൈപ്പർ ടെൻഷൻ ആണ് അതും ഒരു കോസ് പറയുന്നത്. ഇനി അടുത്തത് ഡ്യൂറാമാറ്ററിന്റെ കേസിലാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിഡ്ജിങ് വെയിൻസ് ബോക്സസിൽ കാണുന്നു. ഇൻട്രാ സെറിബ്രൽ ഹെമറേജ് ആണെങ്കിൽ മോസ്റ്റ് കോമൺ കോസസ് ഹൈപ്പർ ടെൻഷൻ, ലീഷൻ ഇസ് ഇൻ ദ പുട്ടാമൻ ആൻഡ് ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് മിഡിൽ സെറിബ്രൽ ആർട്ടറി. ഇനി മോട്ടോർ സൈക്ലിസ്റ്റ് ഫ്രാക്ചർ ഒക്കെ പറയുന്നുണ്ട്. ബേസ് ഓഫ് ദ സ്കൾ ഇസ് ഫ്രാക്ചർഡ് ഇൻ ടു 2 halves വിത്ത് ഈച്ച് ഹാഫ് മൂവിങ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ഈച്ച് അതർ ലൈക്ക് എ ഹിഞ്ച്. അതിൽ വിൻഡ് സ്ക്രീൻ ഇഞ്ചുറി ഉണ്ട്. അതുപോലെ പറയുന്ന ഒരു മാർക്കാണ് പാരറ്റ് ഫുട്ട് മാർക്സ്. മൾട്ടിപ്പിൾ പങ്ക്ച്വേറ്റ് ലാസറേഷൻ വിത്ത് ബ്ലണ്ട് എഡ്ജസ് ആർ പ്രൊഡ്യൂസ് ഓൺ ദ ഫേസ് ഡ്യൂ ടു ദ ഷാറ്ററിംഗ് ഓഫ് വിൻഡ് സ്ക്രീൻ ഗ്ലാസ്. ഈ വെഹിക്കിളിന്റെ ആക്സിഡൻസിനകത്ത് വരുന്ന ഒരു ഗ്ലാസ് പൊട്ടിക്കഴിയുമ്പോൾ ആ ഗ്ലാസ് ഇങ്ങനെ പലയിടത്തും നമ്മുടെ സ്പാരോ നടക്കുമ്പോൾ അവിടെ ഇങ്ങനെ കുത്തു പോലെ ചെളിയിൽ കാണുന്നത് പോലെ ഒരു വിൻഡ് സ്ക്രീൻ മാസ്ക് മൾട്ടിപ്പിൾ പങ്ക്ച്വേർഡ് വൂൺസ് ആയിട്ട് പല പല ഭാഗങ്ങളിലായിട്ട് സ്കാറ്റേഡ് ആയിട്ട് കാണാണ് സ്പാരോ ഫുട്ട് മാർക്സ് എന്ന് പറയും. അത് ഈ വെഹിക്കിൾസിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, ഏതെങ്കിലും കാരണവശാൽ ഈ നമ്മുടെ വിൻഡ് ഗ്ലാസസിന്റെ തന്നെ വീടുകളിലൊക്കെ ഗ്ലാസസ് തന്നെ പൊട്ടിയാലും ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച്, കുറച്ച് ദൂരെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിച്ചെടുത്താൽ, പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്റ്റില് കുറച്ച് അപ്പുറത്തെ വീടുകളിലെ ഗ്ലാസ് ഒക്കെ പൊട്ടി അവിടെ കിടന്നുറങ്ങിയിരുന്ന ആളുകളുടെ ഫേസിലും ഇതുപോലെ ചെറിയ ചെറിയ ഈ വിൻഡോ ഗ്ലാസസ് വന്ന് കുടുങ്ങിയ ഒരു കേസ് ഞാൻ കേട്ടിട്ടുണ്ട്.
ഇനി ഇതിന്റെ മെഡിക്കോ ലീഗൽ ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹോമിസൈഡ് ആവാം, അല്ലെങ്കിൽ കില്ലിംഗ് എ എന്താണ് ഹോമിസൈഡ് മെഡിക്കൽ ലീഗൽ ഇമ്പോർട്ടൻസ്? ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ കില്ലിംഗ് എ പേഴ്സൺ തന്നെയാണല്ലോ, ബൈ അനദർ ഹ്യൂമൻ ബീങ് ആണ്. അതിൽ ലോഫുൾ തന്നെ ഉണ്ട്, ജസ്റ്റിഫയബിളും എക്സ്ക്യൂസബിളും ആയിട്ടുള്ള ഹോമിസൈഡ് ഉണ്ട്. ജസ്റ്റിഫയബിൾ എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂഷൻ ഓഫ് എ ഡെത്ത് സെന്റൻസ്, നമ്മുടെ ജുഡീഷ്യൽ ഹാങ്ങിങ് ആണത്. അത് പലതരത്തിലുണ്ടെങ്കിലും ജുഡീഷ്യൽ ഹാങ്ങിങ് ഒരെണ്ണമാണ്. അല്ലാതെ ഈ ഇലക്ട്രോക്യൂഷൻ വഴിയൊക്കെ ആളുകളെ കൊല്ലുമല്ലോ, ഇപ്പൊ ഒക്കെ ഇന്ത്യയിലൊന്നും അതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനെപ്പറ്റി എനിക്കറിയില്ല. പക്ഷെ അബ്രോഡൊക്കെ ഉണ്ട്. അതുപോലെ ചിലതരം കെമിക്കൽസ് ഇഞ്ചെക്ട് ചെയ്തിട്ട് ആളെ കൊല്ലുന്നതൊക്കെ ജസ്റ്റിഫയബിൾ ഹോമിസൈഡ് ആണ്. അതേസമയം ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ എക്സ്ക്യൂസബിൾ ഹോമിസൈഡും ഉണ്ട്. ആക്ട് ഡൺ ഇൻ ഗുഡ് ഫെയ്ത്ത്, നമ്മൾ വിചാരിച്ചല്ല, സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇൻസേൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടോ. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ല തെറാപ്യൂട്ടിക് അഡ്വഞ്ചർ, അതായത് ഒരു ഡോക്ടർ അയാൾക്കൊരു ഉപകാരത്തിന് വേണ്ടി ചെയ്ത കാര്യമായിരുന്നു, പക്ഷെ അത് യൂസ്ഫുൾ ആയില്ല, അതാണ് തെറാപ്യൂട്ടിക് മിസ്സൈഡ്. ഇതൊക്കെ നമുക്ക് എക്സ്ക്യൂസബിൾ ആയിട്ടുള്ള ഹോമിസൈഡ് ആയിട്ടാണ് കൂട്ടുന്നത്. അൺലോഫുൾ ആണ് നമ്മൾ മർഡർ എന്ന് പറയുന്നത്. കൾപ്പബിൾ ഹോമിസൈഡ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. കൾപ്പബിൾ ഹോമിസൈഡ് അമൗണ്ടിങ് ടു മർഡർ ആണെങ്കിൽ സെക്ഷൻ 300 IPC. അതിലെ കൾപ്പബിൾ ഹോമിസൈഡ് ടിപ്പിക്കലി പറയുകയാണെങ്കിൽ 299 ആണ്. അതിന്റെ പണിഷ്മെന്റ് വരുന്നത് 302 ആണ്. പണിഷ്മെന്റ് ഓഫ് കൾപ്പബിൾ ഹോമിസൈഡ് 304 IPC ആണ്. അപ്പൊ കൾപ്പബിൾ ഹോമിസൈഡ് 304 ആണ്. 304A ആണ് നമ്മൾ ഡോക്ടേഴ്സ് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുത്തിയാലുള്ളത്. പിന്നെ ഡെത്ത് ബൈ നെഗ്ലിജൻസ്, ഓക്കെ, അതാണ് 304A. 304B എന്ന് പറയുന്നത് ഡൗറി ഡെത്ത് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലോ ഓഫ് ക്രിമിനൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് IPC 84 ആണ് കേട്ടോ, IPC 84. ഇനി നമ്മൾ പറയുന്നതിന് ഡൈയിങ് ഡിപ്പോസിഷൻ നമ്മൾ പറഞ്ഞിരുന്നു, അത് IPC 32 ആണ്. ഇത്രയും കാര്യങ്ങൾ, അത് IPC അല്ല, ഇന്ത്യൻ എവിഡൻസ് ആക്ട് 32. ഇത്രയും കാര്യങ്ങളൊന്നും ഓർത്തിരിക്കണേ. അപ്പൊ മർഡർ എന്ന് പറഞ്ഞാൽ 300 ഓർത്തിരിക്കുക. ഇനി കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറഞ്ഞാൽ a person commits the offense of culpable homicide amounting to murder when he causes death of another. കൊല്ലാൻ വേണ്ടിയുടെ ഇന്റൻഷനിൽ തന്നെ ചെയ്തതാണ്, അല്ലെ, മനഃപൂർവമായ നരഹത്യ, അതാണ് കൾപ്പബിൾ ഹോമിസൈഡ്. വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ഡെത്ത്, കോസിംഗ് ബോഡ്ലി ഇഞ്ചുറി, വിത്ത് ഇന്റൻഷൻ ഓഫ് കോസിംഗ് ബോഡ്ലി ഇഞ്ചുറി വിച്ച് ഇസ് സഫിഷ്യന്റ് ടു കോസ് ഡെത്ത്, വിത്ത് ദ നോളജ് ദാറ്റ് ആക്ട് ഇസ് ഇമിനന്റ്ലി ഡേഞ്ചറസ് ആൻഡ് വിത്ത് കോസ് ഡെത്ത്. ആളെ മനഃപൂർവ്വമായിട്ട് അയാൾക്കത് അപകടം അയാൾക്ക് ശരീരത്തിൽ ഉണ്ടാവുക എന്ന് അറിഞ്ഞിട്ടും അയാളെ രക്ഷിക്കാൻ പറ്റില്ല, അയാൾക്ക് എന്തായാലും മരണം ഉറപ്പുവരുത്തും എന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നതിനെല്ലാം നമ്മൾ കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. ഈ സെക്ഷൻ കുറച്ച് മുറുകും, അതായത് ആൾക്ക് എളുപ്പം അതിന് പുറത്തു വരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ ഇൻസെയിൻ ആണെന്നൊക്കെ പറഞ്ഞ ഓരോ കേസിൽ നിന്ന് ആൾക്കാർ ഊരി പോരാൻ ശ്രമിക്കുന്നത്. ഇനി ഹേർട്ട്, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നതാണ്. ഹേർട്ട് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 319 IPC ആണ്, ബോഡിലി പെയിൻ, ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. ഈ ഹേർട്ടിൽ നമ്മൾ ഈ മറ്റേ വിട്രോളൈസ് ഒക്കെ ചിലപ്പോൾ ഈ ഹേർട്ടിൽ തന്നെയാണ് വരുന്നത്, അല്ലെങ്കിൽ ആളെ ചെറുതായിട്ടൊക്കെ ഇഞ്ചോർഡൊക്കെ ആക്കൂലേ, അതൊക്കെ വരുന്നത് ഹേർട്ടിലാണ് വരുന്നത്. സെക്ഷൻ 320 IPC ആണെങ്കിൽ അത് ഗ്രീവിയസ് ഹേർട്ടാണ്. ഗ്രീവിയസ് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ അയാളുടെ ഇമ്പോർട്ടന്റ് ആക്കുക, അല്ല അയാളുടെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുക, ചെവിയുടെ കേൾവി നഷ്ടപ്പെടുത്തുക, പിന്നെ ഫേസിന്റെ പെർമനന്റ് ഡിസ്ഫിഗറേഷൻ വരിക, ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ വരിക, എനി ഹേർട്ട് വിച്ച് എൻഡേഞ്ചേഴ്സ് ലൈഫ് ഓർ കോസ് സിവിയർ ബോഡി പെയിൻ ഓർ അൺഎബിൾ ടു ഫോളോ ഹിസ് ഓർഡിനറി പെർസ്യൂട്ട്സ് ഫോർ അബൌട്ട് 20 days മതി ഗ്രീവിയസ് ഇഞ്ചുറി. അത് നമ്മൾ ഗ്രീവിയസ് ഹേർട്ട് അല്ലെങ്കിൽ ഗ്രീവിയസ് ഇഞ്ചുറി എന്നാണ് പറയാ. സെക്ഷൻ 320 IPC പ്രകാരമാണ് അത് ഉള്ളത്, അന്ന് ഓർത്തിരിക്കണേ. ഗ്രീവിയസ് ഇഞ്ചുറി ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് 320 IPC. ഇനി അസോൾട്ട് എന്ന് പറഞ്ഞാൽ ആക്രമിക്കുക, അല്ലെ, സെക്ഷൻ 351 IPC. ത്രെറ്റ് or attempt to apply force to body or another in a hostile manner. ഓക്കെ, അങ്ങനെ വരുന്നതിന് നമ്മൾ അസോൾട്ട് എന്ന് പറയും, അത് സെക്ഷൻ 351 IPC ആണ്. ഇനി പഞ്ച് ഡ്രങ്കൺനെസ് എന്ന് കേട്ടിട്ടുണ്ടാവും, ഓൾഡ് ബോക്സേഴ്സിലൊക്കെ വരുന്ന നമ്മുടെ സബ്ഡ്യൂറൽ ഹെമറേജ്, പഞ്ച് ഡ്രങ്കൺനെസ്. ഇറ്റ് ഇസ് ഡ്യൂ ടു ടൈനി ഹെമറേജസ് ഇൻ ദ ബ്രെയിൻ മോസ്റ്റ്ലി അഫക്റ്റിംഗ് കോർപ്പസ് സ്ട്രൈറ്റം ആൻഡ് തലാമസ്. അവർക്ക് ഈ നമ്മൾ അടുത്തിടെ മരിച്ച ബോക്സർ അലി, അദ്ദേഹത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് ദേ വിൽ ഹാവിംഗ് സ്ലർഡ് സ്പീച്ച്, ഡിസാർത്രിയ, ലോസ് ഓഫ് മെമ്മറി, ഇൻകോർഡിനേഷൻ, ട്രെമർ, സൈക്കോസിസ്. കാലക്രമേണ വരുന്നതാണ്. ചെറിയ ചെറിയ ഹെമറേജിക് സ്പോട്സ് കോർപ്പസ് സ്ട്രൈറ്റത്തിലോ തലാമസിലോ ഒക്കെ കാണുന്നതിനാണ് നമ്മൾ പഞ്ച് ഡ്രങ്കൺനെസ് എന്ന് പറയുന്നത്. ഡൗറി ഡെത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, 304 IPC. 304 IPC എന്ന് പറഞ്ഞുകൂടാ, 304B എന്ന് പറയണം IPC. അതുപോലെ 498 IPC. 498A ആണ് കുറച്ചുകൂടെ ഇമ്പാക്റ്റ് ഉള്ളത് കേട്ടോ. ഇതെല്ലാം ഡൗറി ഡെത്തിന്റെ കേസിൽ വരുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആ ടോപ്പിക്കും അത്രയാണുള്ളത്. മെക്കാനിക്കൽ ഇഞ്ചുറീസ് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു ടോപ്പിക്ക് കൂടെ ഒന്ന് തീർക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ.
നമുക്ക് ഇൻഫെന്റിസൈഡിന്റെ കാര്യം ഒന്ന് നോക്കാം. ഇൻഫെന്റിസൈഡ് എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ഡിസ്ട്രക്ഷൻ ഓഫ് എ ചൈൽഡ് അണ്ടർ 1 year ഓഫ് ഏജ്. ഒരു വയസ്സിന് താഴെ. ഞാൻ പോയെങ്കിലും നിങ്ങൾക്ക് ഇത്രയും ടോപ്പിക്ക് മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായെങ്കിലും ഒന്ന് പറയണം. എന്തെങ്കിലും 2 ടോപ്പിക്കുകൾ കഴിഞ്ഞു പോയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ഇന്ന് പഠിച്ചത് മെക്കാനിക്കൽ ആസ്ഫിക്സിയും മെക്കാനിക്കൽ ഇഞ്ചുറീസും ആണ്. പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ കൂടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നീലിമ ഡോക്ടർക്ക് അയച്ചും കൊടുത്തിട്ടുണ്ട്. കുറച്ച് ടോപ്പിക്സിന്റെ കൂടെ ഞാൻ പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ആഡ് ചെയ്തതും കൂടെ അയക്കാം. മനസ്സിലാവണ്ടില്ലല്ലോ അല്ലേ? മനസ്സിലാവുന്നല്ലോ അല്ലേ? ഓക്കെ, താങ്ക് യു. നമ്മൾ ഇനി അടുത്ത ഇൻഫെന്റിസൈഡ് ഒന്ന് നോക്കാം. എനിക്ക് 15 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, അൺലോഫുൾ ഡിസ്ട്രക്ഷൻ ഓഫ് എ ചൈൽഡ് അണ്ടർ 1 year ഓഫ് ലൈഫ്, അതിനാണ് നമ്മൾ ഇൻഫെന്റിസൈഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്റ്റിൽ ബോൺ ചൈൽഡ്? സ്റ്റിൽ ബോൺ ചൈൽഡ് who is born after 28th week of pregnancy which do not show any signs of life. 28 ആഴ്ചയ്ക്ക് ശേഷം ജനിക്കുന്ന ഒരു കുട്ടിക്ക്, അത് പക്ഷെ എന്താണ് ഉണ്ടാവുന്ന സയൻസിന്റെ ലൈഫിന്റെ സയൻസ് ഒന്നും കാണത്തില്ല. അതാണ് സ്റ്റിൽ ബോൺ ചൈൽഡ് എന്ന് പറയുന്നത്. ഡെഡ് ബോൺ ചൈൽഡ് ഡൈഡ് ഇൻ ദ യൂട്രസ് ആൻഡ് സൈൻസ് ആർ റിഗർ മോർട്ടിസ് അറ്റ് ഡെലിവറി, മാസറേഷൻ ഓർ അസെപ്റ്റിക് ഓട്ടോലൈസിസ്, സ്കിൻ സ്ലിപ്പേജ് 3 to 4 days ആയി അങ്ങനെ ഉണ്ടാവും, ആൻഡ് മമ്മിഫിക്കേഷൻ. അമ്മയുടെ വയറ്റിൽ തന്നെ മരിച്ചിട്ടൊരു കുട്ടിയാണെങ്കിൽ അതിൽ റിഗർ മോർട്ടിസ് ഡെലിവറിയിൽ കാണിക്കാം, മാസറേഷൻ ഉണ്ടാവാം, സ്കിൻ സ്ലിപ്പേജ് ഒക്കെ കാണും. ഇനി സ്പാൾഡിംഗ് സൈൻ എന്ന് പറഞ്ഞാലോ ഓവർ റൈഡിങ് ഓഫ് ദ ബോൺസ് ഓഫ് ക്രേനിയൽ വോൾട്ട് ആണ്. അതിനെ പറയുന്ന പേരാണ് സ്പാൾഡിംഗ് സൈൻ. ഇനി ഫീറ്റിസൈഡും വയബിൾ ഫീറ്റസും ആയിട്ടുള്ള ഒരു കാര്യം, അതിന് പറയുന്ന ഒരു ടെസ്റ്റ് ആണ് റെഡൻ ടെസ്റ്റ്. റെഡൻ ടെസ്റ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് എയർ ഇൻ ദ മിഡിൽ എയർ ഇൻഡിക്കേറ്റ്സ് ലൈഫ് ബ്രെത്ത്. അതൊന്ന് ഓർത്തണേ. റെഡൻ മിഡിൽ എയറിലുള്ള എയറിന്റെ പ്രസൻസ് കാണിക്കുകയാണെങ്കിൽ അതിനെ ലൈഫ് ബർത്ത് എന്ന് പറയും. ഇനി സ്റ്റാറ്റിക് ടെസ്റ്റ് ഓർ ഫോർഡേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാലോ വെയിറ്റ് ഓഫ് ദ ഫീറ്റൽ ലങ് വെയ്സ് അബൌട്ട്, അതൊന്ന് ഓർത്തിരിക്കട്ടെ, 30 to 40 gram ബിഫോർ റെസ്പിറേഷൻ ആൻഡ് ആഫ്റ്റർ റെസ്പിറേഷൻ ഇറ്റ് വിൽ ബി 60 to 70 gram ടു ഇൻക്രീസ് ദി ബ്ലഡ് വെസൽ. ഇപ്പൊ നമ്മള് ലങ്സ്, ഒരു കുട്ടി മരിച്ചിട്ട് ജനിച്ചതിന് ശേഷമാണോ മരിച്ചത്, അല്ലെങ്കിൽ ആ കുഞ്ഞ് ബ്രീത്ത് ചെയ്യുന്ന ശേഷമാണോ മരിച്ചതെന്ന് അറിയാൻ ഈ ലങ്സിനെ അവര് എടുത്ത് വെള്ളത്തിലിട്ടും അല്ലെങ്കിൽ എടുത്ത് അതിന്റെ വെയിറ്റ് നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ് ഇത്. ദാറ്റ് ഇസ് 30 to 40 gram ആയിരിക്കും ബ്രീത്ത് ചെയ്തിട്ടില്ലെങ്കിൽ. ഇപ്പൊ നമുക്കറിയാം ഇൻ യൂട്രോ തന്നെ മരിച്ചതാണ്. 30 to 40, 60 to 70 ആണെങ്കിൽ അത് ആള് ബ്രീത്ത് ചെയ്തു എന്ന് അർത്ഥം. മറ്റൊന്നാണ് പ്ലോക്വെറ്റ് ടെസ്റ്റ് എന്ന് പറയും. റേഷ്യോ ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ലങ് ഈസ് ടു ബോഡി. അതാണെങ്കിൽ യൂഷ്വലി 1:70 ആണ് ബിഫോർ റെസ്പിറേഷൻ. ആഫ്റ്റർ റെസ്പിറേഷൻ അത് 1:35 ആയിരിക്കും. ഇനി ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാലോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലങ് ബിഫോർ റെസ്പിറേഷൻ ഇസ് 1040 to 1050. ആഫ്റ്റർ റെസ്പിറേഷൻ ഇറ്റ് ഇസ് 940 to 950. പിന്നെ മറ്റൊരു സൈനാണ് ബ്രെസ്ലോ സൈൻ ഫോർ എയർ ഇൻ സ്റ്റൊമക് ആൻഡ് ഡിയോഡനം. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റ് തന്നെ പല രീതിക്ക് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റിൽ ആളുടെ ലങ്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് പല പീസസ് ആയിട്ടും കട്ട് ചെയ്തിട്ട് വിടും. അങ്ങനെയും നോക്കും. അതിനകത്ത് ഈ സ്പെസിഫിക് ഗ്രാവിറ്റി മാത്രമല്ല വെയിറ്റും നോക്കാറുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് റെഡൻ ടെസ്റ്റ് മിഡിൽ ലെയറിലുണ്ടാവും. സ്റ്റാറ്റിക് ടെസ്റ്റ് ഓർ ഫോർഡേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലങ് ബിഫോർ ആൻഡ് ആഫ്റ്റർ 30 to 40 gram ബിഫോർ റെസ്പിറേഷൻ, 60 to 70 gram ആഫ്റ്റർ റെസ്പിറേഷൻ. പ്ലോക്കോ ടെസ്റ്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ വെയിറ്റ് ഓഫ് ദ ലങ് ടു ബോഡി 1:70, 1:35. ഹൈഡ്രോസ്റ്റാറ്റിക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 1040 സ്പെസിഫിക് ഗ്രാവിറ്റി വെച്ചാണ് നോക്കുന്നത്. 1040 ആയിരിക്കും ബിഫോർ റെസ്പിറേഷൻ, ആഫ്റ്റർ റെസ്പിറേഷൻ വിൽ ബി 940 ആയിരിക്കും. ഇനി മെക്കോണിയം ഒരു ഗ്രീൻ സബ്സ്റ്റൻസ് ഓഫ് തിക്ക് ആൻഡ് ബൈലൻ മ്യൂക്കസ് ആണ്. ഇനി താഴെ ചോദിക്കുന്ന 2 എണ്ണം അത് നമ്മളോട് ഒന്നും സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഈ FMT ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നമ്മളെ BHMS എക്സാംസിനൊക്കെ ചോദിക്കാറുള്ളതാണ് സെക്കൻഡ് ഇയറിൽ. കാപ്പുട്ട് സക്സഡിനോം, സെഫാൽ ഹെമറ്റോമി. കാപ്പുട്ട് സക്സഡിനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഏരിയ ഓഫ് സോഫ്റ്റ് സ്വെല്ലിംഗ് ദാറ്റ് ഫോംസ് ഇൻ ദ സ്കാൽപ്പ് ഓവർ ദി പ്രസന്റിംഗ് പാർട്ട് ഓഫ് ദ ഹെഡ് ഇൻ വെർട്ടെക്സ് പ്രസന്റേഷൻ. സെഫാൽ ഹെമറ്റോമ എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് അക്യുമുലേഷൻ ഓഫ് ബ്ലഡ് ആണ്. ഡീപ്പ് സ്കാൽപ്പ് ആണ് ഇൻ ബിറ്റ്വീൻ പെരിയോസ്റ്റിയം ആൻഡ് ബോൺ സർഫസ്. അപ്പൊ സെഫാൽ ഹെമറ്റോമയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ പെരിയോസ്റ്റിയത്തിനും ബോൺ സർഫസിനും ഇടയ്ക്കാണ്. കാപ്പുട്ട് സക്സഡിനം എന്ന് പറഞ്ഞാൽ പ്രസന്റിംഗ് പാർട്ടിൽ കാണുന്നു. എസ്പെഷ്യലി വെർട്ടെക്സ് പ്രസന്റേഷൻ ആണെങ്കിൽ അവിടെ കാണുന്നതാണ് കാപ്പുട്ട് സക്സഡിനം. ജസ്റ്റ് ഒരു ഏരിയ ഓഫ് സോഫ്റ്റ് സ്വെല്ലിംഗ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ബ്ലഡ് വെസൽസിന്റെ റപ്ചർ കൊണ്ട് വരുന്നതാണ് അല്ലെങ്കിൽ ബ്ലഡ് കെട്ടിക്കിടന്ന് വരുന്നതും പെരിയോസ്റ്റിന് കീഴേ വരുന്നതാണെങ്കിൽ അത് സെഫാൽ ഹെമറ്റോമയാണ് കേട്ടോ.
ഇനി contraction of the umbilical artery starts in the 10 hours and completely closed by 3rd day. Umbilical vein and ductus venosus are closed by 4th day. Ductus arteriosus is closed by 10th day. Foramen ovale by 2nd or 3rd month. അപ്പോൾ നമ്മുടെ ഈ അംബ്ലിക്കൽ ആർട്ടറീസ് ഒരു 10 മണിക്കൂറിൽ തന്നെ കൺട്രാക്ട് ചെയ്യും, ഫുള്ളി ക്ലോസ് ചെയ്യുന്നത് 3rd ഡേയിലാണ്. അംബ്ലിക്കൽ വെയിനും ഡക്ടസ് വീനോസസും ഡക്ടസ് ഡി വി ഓൺ 4th ഡേ, ഡി എ ഓൺ 10th ഡേ. അതൊന്ന് ഓർത്തിരിക്കുക. ഡക്ടസ് വീനോസസ് 4th ഡേയും ഡക്ടസ് ആർട്ടീരിയോസസ് 10th ഡേ ആണ്. അപ്പം ഐ റിപ്പീറ്റ്, ഡി വി ഓൺ 4, ഡി എ ഓൺ 10. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. ഫൊറാമൻ ഒവെയിൽ ആണെങ്കിൽ 2nd or 3rd മന്ത് ആണ് ക്ലോസ് ആവുന്നത്. ഫൊറാമൻ ഒവെയിൽ. കോസ് ഓഫ് ഡെത്ത് ഓഫ് ഫീറ്റസ് മേ ബി ഡ്യൂ ടു നാച്ചുറൽ ഓർ അൺനാച്ചുറൽ കോസസ്. അൺനാച്ചുറൽ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കോസസ് ആവാം, ആക്ട് ഓഫ് കമ്മീഷൻ, ആക്ട് ഓഫ് ഒമിഷൻ ഒക്കെ കൊണ്ട്. അബാൻഡിങ് ഓഫ് ഇൻഫന്റ് ആണ്, നമ്മളെ കേട്ട് കാണും അല്ലെ, കുഞ്ഞിനെ ഉപേക്ഷിച്ച കാര്യങ്ങളൊക്കെ. അതിൽ ഇംപ്രിസൺമെന്റ് അപ് ടു 7 years വരെ വരാം. സെക്ഷൻ 317 IPC ആണ്. അപ്പൊ നമ്മൾ 319 നേരത്തെ ഹേർട്ടിന് പറഞ്ഞു ഓർക്കുന്നു, ഗ്രീവിയസ് ഇഞ്ചുറി നമ്മൾ 320 പറഞ്ഞു. കുഞ്ഞിനെ മനഃപൂർവ്വമായി ഉപേക്ഷിക്കുന്ന കേസാണെങ്കിൽ 317 IPC ആണ്. കൺസീൽമെന്റ് ഓഫ് ദ ബർത്ത് ആണെങ്കിൽ ഇപ്പൊ ഒത്തിരി കേസസ് റീസെന്റ് തന്നെ നമ്മൾ കേട്ടൂലേ, ബർത്ത് ആയത് അല്ലെങ്കിൽ കുഞ്ഞ് ജനിച്ചത് ഒളിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിൽ ഇറ്റ് വിൽ ബി അപ് ടു ഇംപ്രിസൺമെന്റ് അപ് ടു 2 years ആണ്. സെക്ഷൻ 318. അതുപോലെ ബാറ്റേർഡ് ബേബി സിൻഡ്രോം ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കുഞ്ഞിനെ ഇങ്ങനെ ചതയ്ക്കുന്ന രീതിയിൽ അല്ലെ, കുഞ്ഞിന്റെ ചെസ്റ്റ് ഒക്കെ ചതക്കുന്നത്, ദാറ്റ് ഈസ് ബാറ്റേർഡ് ബേബി സിൻഡ്രോം. അപ്പൊ സെക്ഷൻ 318 ആണ് കൺസീൽമെന്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബ്ലഡ് സ്റ്റെയിൻസ് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബെൻസിഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മൾ ബ്ലഡ് സ്റ്റെയിൻസിലെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ചില ആളെ കൊന്നിട്ട് ആ സീറ്റും സാധനങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞിടും അല്ലെ, ആ ഷീറ്റോ അതില്ലെങ്കിൽ ക്ലോത്തോ കാർ സീറ്റുകളോ ഒക്കെ കഴുകിയിടും. എന്നാലും ബെൻസിഡിൻ ടെസ്റ്റ് വെച്ച് വഴി നോക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ് ഈസ് ബെൻസിഡിൻ ടെസ്റ്റ് മോസ്റ്റ് റിലയബിൾ ടെസ്റ്റ് ആണ്. മൈക്രോ കെമിക്കൽ എക്സാമിനേഷൻ നടക്കാറുണ്ട്. അതുപോലെ മറ്റൊരു ടെസ്റ്റ് ആണ് ഹീമിൻ ക്രിസ്റ്റൽ ടെസ്റ്റ് എന്ന് പറയും. അതിന്റെ മറ്റൊരു പേര് ഓർക്കണം, ടേക്ക് മാൻസ് ടെസ്റ്റ് എന്ന് പറയും. ഇറ്റ് ഇസ് ആക്ച്വലി ബ്രൗണിഷ് ബ്ലാക്ക് റോംബിക് ക്രിസ്റ്റൽസ് ഓഫ് ഹീമിൻ ആണ് കാണുന്നത്. ഇനി ഹീമോക്രോമോജൻ ക്രിസ്റ്റൽ ടെസ്റ്റ് ഉണ്ട്, അതിന്റെ പേരാണ് ടക്കയാമ ടെസ്റ്റ്. അപ്പൊ ഹീമിൻ ക്രിസ്റ്റൽ ടെസ്റ്റ് ആണെങ്കിൽ ടേക്ക് മാൻസ് ടെസ്റ്റ് എന്നും, ഹീമോക്രോമോജൻ ആണെങ്കിൽ അത് ടക്കയാമ ക്രോമോജൻ. അത് ഓർക്കുക. പിങ്ക് ഫെദറി ക്രിസ്റ്റൽസ് ആയിട്ട് ഹീമോക്രോമോജനിൽ കാണുന്നത്. അത് ബ്ലഡ് സ്റ്റെയിൻസ് ആണെങ്കിൽ കേട്ടോ. അപ്പൊ ബ്ലഡ് സ്റ്റെയിൻസിൽ ഏറ്റവും റിലയബിൾ എന്ന് പറയുന്നത് ബെൻസിഡിൻ ടെസ്റ്റ് ആണ്. ഹീമിൻ ക്രിസ്റ്റൽ ടെസ്റ്റ് നമ്മൾ ടേക്കിമാൻസ് ടെസ്റ്റ് എന്ന് പറയുന്നു. ടക്കയാമ ടെസ്റ്റ് ആണ് ഹീമോക്രോമോജൻ ക്രിസ്റ്റൽ ടെസ്റ്റ്. ഓക്കെ, അതാണ് ഇൻഫന്റിസൈഡിലുള്ളത്. ഇത്രയും ടോപ്പിക്കുകളാണ് സാധാരണ ഇൻഫന്റിസൈഡിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ ഓരോ വർഷം വരുമ്പോഴും ടെക്സ്റ്റ് ബുക്കിലെയും ക്വസ്റ്റ്യൻസിലെയും ഒക്കെ പാറ്റേൺ ഒത്തിരി മാറാറുണ്ട്. ഇനി നമുക്കൊന്ന് പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ കുറച്ച് സ്ലൈഡ്സ് ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കിയേക്കാമേ. പ്രഗ്നൻസി ആൻഡ് വെർജിനിറ്റി നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഗൈനക്കോളജിയിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എങ്കിലും എങ്ങനെയാണ് FMD റിലേറ്റ് ചെയ്ത് വരിക എന്ന് ചോദിക്കാം. വെർജിനിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൈൻ ഓഫ് ഡീഫ്ലോറേഷൻ ഇസ് ഹൈമൻ റപ്ചർ. പ്രഗ്നൻസി ആണെങ്കിൽ ഇറ്റ് ഈസ് എ കണ്ടീഷൻ ഓഫ് ഹാവിംഗ് എ ഡെവലപ്പിംഗ് എംബ്രിയോ ഇൻ ദ ഫീമെയിൽ വെൻ എൻ ഓവം ഇസ് ഫെർട്ടിലൈസ്ഡ് ബൈ എ സ്പെർമറ്റോസോഡ്. എക്സ്റ്റൻഷൻ ഓഫ് എക്സ്ക്യൂഷൻ ഓഫ് സെന്റൻസിൽ സെക്ഷൻ 416 CRPC പ്രകാരം, അതായത് ഇപ്പൊ ആൾക്ക് പറയില്ലേ, അയാളുടെ ഇങ്ങനെ ഇപ്പം ഒരു ഇത്രാം മാസം കൊലപാതകമാണ് അല്ലെങ്കിൽ അയാൾ മർഡർ ചെയ്തതിന് ഒരു ശിക്ഷ ആൾക്ക് വരികയാണ്, അയാളെ ജുഡീഷ്യൽ ഹാങ്ങിങ് ചെയ്യാൻ പോകുന്നു. അപ്പൊ ആ സെന്റൻസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ ആണ് 416 CRPC. എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നത്? പ്രിസംപ്റ്റീവ് സൈൻസ് ഉണ്ട്, പ്രോബബിൾ സൈൻസ് ഉണ്ട്, പോസിറ്റീവ് സൈൻസ് ഉണ്ട്. പ്രിസംപ്റ്റീവ് സൈൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന സൈൻസ് തന്നെയാണ്, അമനോറിയ, ലീനിയ നൈഗ്ര, ചാഡ്വിക് സൈൻസ് ഒക്കെ. പ്രോബബിൾ സൈൻസ് ആണ് ഹെഗാർ സൈൻ, ഗുഡ്വിൽ സൈൻസ്, ബ്രാക്സ്റ്റൺ ഹിക്സ് കൺട്രാക്ഷൻ, ബലോട്ട്മെന്റ് ഒക്കെ. പോസിറ്റീവ് സൈൻസ് ആണ് ഫീറ്റൽ മൂവ്മെന്റ്സ്. ഈ ഫീറ്റൽ മൂവ്മെന്റ്സ് നമ്മൾ ശരിക്കും പ്രൈമിയിലൊക്കെ അറിയുന്നത് 24 വീക്സിന് ശേഷമാണ് ഫീറ്റൽ മൂവ്മെന്റ്സും ഫീറ്റൽ സൗണ്ട്സും എല്ലാം നമ്മൾ കേൾക്കുന്നത്. പക്ഷെ അത് നമ്മൾ വേറെ ഏതെങ്കിലും മെത്തേഡ് വഴി കേൾക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മുന്നേ കേൾക്കും, എങ്കിലും ഓർക്കുക. ഇനി നമ്മൾ ലെജിറ്റമസി ഇതിൽ ഇമ്പോർട്ടൻ്റ്. എന്താണ് ലെജിറ്റമസി എന്ന് പറഞ്ഞാൽ? ലീഗലി ബൗണ്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞാണോ എന്നല്ലേ. ലീഗൽ സ്റ്റേറ്റ് ഓഫ് എ പേഴ്സൺ ബോൺ ഇൻ എൻ അൺഫോർമൽ മാരേജ്, ഇൻ എ ലോഫുൾ മാരേജ് ആണെങ്കിൽ നമ്മൾ ലെജിറ്റമസി എന്ന് പറയും. ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ലോഫുൾ മാരേജിൽ അല്ലാതെ ഉണ്ടായ കുഞ്ഞാണ്. അറ്റാവിസം എന്ന് പറഞ്ഞാൽ ചൈൽഡ് റിസംബിൾസ് ഇറ്റ്സ് പാരന്റ്സ് ബട്ട് റിസംബിൾസ് ഇറ്റ്സ് ഗ്രാൻഡ് പാരന്റ്സ് ഓൾസോ. ഓക്കെ, വൈഫ് ബാറ്ററിംഗ് ഒക്കെ അതിൽ വരുന്നതാണ്.
ഇനി അബോർഷൻ എന്ന് പറഞ്ഞാലോ premature expulsion of the fetus from the mother's womb any time of pregnancy before full term of pregnancy. അതിന് ക്രിമിനൽ അബോർഷന് സെക്ഷൻ ആണ് സെക്ഷൻ 312 IPC. അപ്പൊ നമ്മൾ നേരത്തെ കുറച്ച് 3:1 3:17 IPCയുടെ കാര്യമൊക്കെ പറഞ്ഞു. 3:20 എന്ന് പറയുന്ന ഗ്രീവിയസ് ഹേർട്ട് ആണെന്ന് പറഞ്ഞു. 3:12 ആണ് ക്രിമിനൽ അബോർഷന്റെ IPC. ഇംപ്രിസ്മെന്റ് അപ് ടു 3 years വരെ വരാം. അതിൽ ഡിപ്പെൻഡ് ആണ് എങ്കിലും 313 314 315 316 പ്രകാരമെല്ലാം ശിക്ഷാവിധിയുണ്ട്. ഇനി MTP ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, മെഡിക്കൽ ടെർമിനേഷൻ ആക്ട് അല്ലെ, അത് 1971 അത് പല ഗ്രൗണ്ടിലുണ്ട്, യൂജനിക്, തെറാപ്യൂട്ടിക്, ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് സോഷ്യൽ ഗ്രൗണ്ട്സ്. ഇത് അത്രയുമാണ് പ്രഗ്നൻസി വെർജിനിറ്റിയിൽ വരുന്നത്. പ്രിസെപ്റ്റീവ് സയൻസിന്റെ കാര്യങ്ങളൊക്കെ കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനിയുള്ള ടോപ്പിക്കുകളൊന്നും എടുത്താൽ തീരില്ല, എങ്കിലും ഞാൻ കുറച്ചൊന്ന് നോക്കട്ടെ. സെക്ഷൽ ഒഫൻസസ് കൂടെ ഒന്ന് നോക്കിയോട്ടെ. സെക്ഷൽ ഒഫൻസസിനകത്ത് പല പേരുകളായിട്ടാണ് കിടക്കുന്നത്. അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളത്. ഞാനിങ്ങനെ പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുന്ന പോലെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, ഇനി നമ്മൾ ഒഫൻസസിനെ കുറിച്ച് പഠിക്കുകയാണ്. നമുക്ക് ഏറ്റവും കേട്ട് പരിചയമുള്ള ഒരു ഒഫൻസ് ആണ് റേപ്പ് എന്ന് പറയുന്നത്. റേപ്പ് 375 IPC ആണ്. മറന്നു പോകരുത് റേപ്പിന്റെ IPC. ഇതുപോലെ ഈ ബാച്ച് ഫോളോയിങ് ആയിട്ട് ചോദിക്കുമ്പോഴാണ് ഇമ്പോർട്ടൻസ്. 375 300 നമ്മൾ മേർഡർ ആയിരുന്നു പറഞ്ഞത്. 320 നമ്മളിപ്പോൾ പറഞ്ഞു അത് ഗ്രീവിയസ് ഹേർട്ട് ആണെന്ന് പറഞ്ഞു. 312 നമ്മൾ ക്രിമിനൽ അബോർഷന്റെ കാര്യം പറഞ്ഞു. അപ്പൊ 300കളിൽ നമ്മൾ കുറെ IPC പഠിച്ചു. അതിൽ ഒന്നാണ് ഇനി വരുന്നത് നാച്ചുറൽ ഒഫൻസസിൽ റേപ്പിൽ വരുന്നത് 375 IPC. പണിഷബിൾ ഓൺ സെക്ഷൻ 376 ആണ്. അതൊരു കുഗ്നൈസബിൾ ഒഫൻസ് ആണ്. നമ്മളതിൽ പറഞ്ഞില്ലേ, ആൾക്ക് മജിസ്ട്രേറ്റിന്റെ വാറന്റ് കൂടാതെ നമുക്ക് കയ്യോടെ പിടികൂടാൻ പറ്റുന്നതാണ് റേപ്പ്. ഓക്കെ, ഇപ്പൊ ഇന്നലെ ഒരു കേസ്, ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് ഉണ്ടായിരുന്നല്ലോ. അതിലൊന്നും വാറന്റ് വേണ്ട, കറക്റ്റ് റേപ്പ് ആണ്. സെക്ഷൻ 375 IPC ആൻഡ് അതിന്റെ പണിഷബിൾ അറ്റ് സെക്ഷൻ 376. ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞാലോ സെക്ഷൽ ഇന്റർകോഴ്സ് വിത്ത് എ വിമൺ ഹു ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹിം ബൈ ബ്ലഡ്. ഞാൻ ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരുന്നു. അതായത് ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരു തെറ്റാണോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിയമവിധേയമായ ഒരു കാര്യമാണോ? അപ്പൊ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പെർമിഷൻ വിത്ത് ലേഡീസ് കൺസെന്റ് ആണെങ്കിൽ അതിനൊരു ശിക്ഷയും കിട്ടൂല. ദാറ്റ് ഈസ് ഇൻസെസ്റ്റ്. ഇൻസെസ്റ്റ് ഈസ് സെക്ഷലി ഇന്റർകോസിംഗ് വിത്ത് എ വുമൺ ഹു ഇസ് ക്ലോസ്ലി റിലേറ്റഡ് ടു ഹിം ബൈ ബ്ലഡ്. പക്ഷെ അവരുടെ കൺസെന്റ് ഉണ്ടാവണേ, അല്ലെങ്കിൽ അതിനെ നമ്മൾ റേപ്പ് ആയിട്ടാണ് തന്നെ കൂട്ടുക. ഓക്കെ, ഇനി അൺനാച്ചുറൽ സെക്ഷൽ ഒഫൻസസ് വരുന്നത് സെക്ഷൻ 377 IPC ആണ്. അതിലൊന്ന് പറയുന്നത് സോഡോമി ആണ്. സോഡോമി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ബൈബിളിലും നമ്മുടെ ഖുറാനിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് സോദോം കൊമോറ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതിന്റെ പുറത്താണ് ഈ സോദോമി അല്ലെങ്കിൽ സോ എന്ന പേര് പറയുന്നത്. ദാറ്റ് ഈസ് ഏനൽ ഇന്റർകോഴ്സ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എസ് ബഗറി. ലെസ്ബിയനിസം, ട്രൈബാഡിസം എന്ന് പറഞ്ഞാൽ വിമൻ വിത്ത് എ വിമൻ. ഓക്കെ, ബെസ്റ്റിയാലിറ്റി എന്ന് പറഞ്ഞാൽ വിത്ത് ആൻ ആനിമൽ ആണ്. ബക്കൽ കോയിറ്റസ് പിന്നെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി സെക്ഷൽ പെർവേർഷൻസ്, മറ്റതും സെക്ഷൽ ഒഫൻസസ് ആണ്. ഇനി പെർവേർട്ടഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്രയും പെർവേർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൽ പെർവേർട്സിൽ വരുന്നത്. ഒന്ന് നെക്രോഫേജിയ. നെക്രോഫേജിയ ഇറ്റ് ഇസ് കോർപ്സ് ഈറ്റിംഗ് ആണ്. കോർപ്സ് ഈറ്റിങ്ങോ അല്ലെങ്കിൽ ആ കോർപ്സിനോട് കാണിക്കുന്ന എന്തെങ്കിലും ബാക്കി കാര്യങ്ങളാണ് നെക്രോഫേജിയ കേട്ടോ. ഇനി മാസോക്കിസം എന്ന് പറഞ്ഞാലോ, മാസോക്കിസം എന്ന് പറഞ്ഞാൽ ഹാർമിങ് ഹിംസെൽഫ് ആണ്. ഈ മാസോക്കിസ്റ്റുകള് സെക്ഷലി അവർ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന അവരെ സെൽഫ് ഉപദ്രവിച്ചിട്ടാണെന്നാണ് പറയാം. ദാറ്റ് ഇസ് മാസോക്കിസം. അതേസമയം സാഡിസം എന്ന് പറയുന്നത് ഹാർമിങ് ഹിസ് ഓൺ വൈഫ്, അങ്ങനെ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഫെറ്റിക്കിസം എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ബൈ ആർട്ടിക്കിൾസ് ഓഫ് ഓപ്പോസിറ്റ് സെക്സ് ആണ്. എന്തെങ്കിലുമൊക്കെ ഓപ്പോസിറ്റ് സെക്സിന്റെ സാധനങ്ങളൊക്കെ പിന്നെ വെച്ചിട്ട് ചെയ്യുന്നതാണ് ഫെറ്റിക്കിസം. ട്രാൻസ്വെസ്റ്റിസം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സിന്റെ ഡ്രസ്സ് വെയർ ചെയ്യുന്നതാണ് ട്രാൻസ്വെസ്റ്റിസം. വോയറിസം എന്ന് പറഞ്ഞാൽ കുറെ പേരുകളാണ്. ഇത് എന്തെങ്കിലും കാരണവശാൽ മാച്ച് ദ ഫോളോയിങ് ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് പറയുകയാണെ. വോയറിസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി പീപ്പിംഗ് ടോം ആണ്, ഈ ഒളിഞ്ഞു നോട്ടക്കാർ. മാസ്റ്റർബേഷൻ നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഫ്രൊട്യൂറിസം. അപ്പൊ ഫെറ്റിക്കിസം എന്ന് പറഞ്ഞാൽ
ഓപ്പോസിറ്റ് സെക്സിന്റെ ക്ലോത്ത്സ് എടുത്തതാണ്. ഫ്രൊട്യൂറസ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് വിത്ത് അതർ പേഴ്സൺ ടു ഗെറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമ്മൾ ബസ്സിലൊക്കെ ചില രോഗികൾ ഉണ്ടാവുമല്ലോ, ആ രോഗികളാണ് ഫ്രൊട്യൂറിസം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടിനിസം എന്ന് പറയുന്നത്, ഉണ്ടിനിസം ഈവൻ ദോ വോയറിസം എന്ന് പറഞ്ഞാൽ ശരിക്കും പീപ്പിംഗ് ടോം ആണെങ്കിൽ ഉണ്ടിനിസം എന്ന് പറഞ്ഞാൽ യൂറിനേറ്റ് ചെയ്യുന്നത് നോക്കുന്നതാണ്. സറ്റൈറാസിസ് എന്ന് പറഞ്ഞാൽ ഇൻസെസന്റ് സെക്ഷൽ ഡിസയർ, എസ്പെഷ്യലി അത് ഫീമെയിൽസിന്റെ കേസിലാണ് പറയുന്നത്. പ്രിയാപ്പിസ് അത് ഫീമെയിൽസിലെ കേസിലാകുമ്പോൾ നിംഫോമാനിയാക്ക് എന്ന് പറയും. പ്രിയാപ്പിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ആക്ച്വലി ദ പെയിൻഫുൾ ഇറക്ഷൻ ഓഫ് ദ പെനിസ്. ഇനി എക്സിബിഷനസ് ഒന്നും നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിനൊരു സെക്ഷൻ ഉണ്ട്, സെക്ഷൻ 294 IPC. ബസ്സിലൊക്കെ ചില ഒരിക്കലും ഒരു KSRTC ബസ്സിൽ ഒരു ലേഡിയോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറി എക്സിബിറ്റ് ചെയ്ത ഒരാളുടെ കേസ് കേട്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് അണ്ടർ സെക്ഷൻ 294 IPC. ഇൻഡീസെന്റ് അസോൾട്ട് ഫോർ എ ഡോക്ടർ അത് 354 IPC പ്രകാരമാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ സെമിനൽ ഫ്ലൂയിഡ്, നമ്മുടെ ബ്ലഡ് സ്റ്റെയിൻസിന്റെ ടെസ്റ്റുകൾ പറഞ്ഞിരുന്നു, ടക്കയാമാസ് ടെസ്റ്റ്, ടെക്കിമാൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ ബെൻസിഡിൻ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമിനൽ ഫ്ലൂയിഡിന്റെ ടെസ്റ്റുകളാണ് ഒന്ന് ഫ്ലോറൻസ് ടെസ്റ്റ്, ബെസ്റ്റ് ടെസ്റ്റ് ഫോർ സ്റ്റെയിൻസ് എന്നാണ് പറയാ. മറ്റൊന്ന് ബാർബേറിയോസ് ടെസ്റ്റ്, പ്രസൻസ് ഓഫ് സ്പെർമിൻ ഇൻ സെമൻ. ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ്, ഈ ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ഇന്നലത്തെ പോലെ തന്നെ എനിക്ക് കറക്റ്റ് 9 മണിയാകുമ്പോൾ വരുന്നുണ്ട്. എനിവേ ഞാൻ പറയുന്ന ഒന്ന് കേട്ടാതെ, ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് വളരെ റിലയബിൾ ആയ ഒരു ടെസ്റ്റാണ്. ഈ ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റിന് പല ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിലും അതിലൊന്ന് ഈ റേപ്പ് കേസിലൊക്കെ ഇതേ കാര്യമാണ് വരുന്നത് കേട്ടോ, റേപ്പ് കേസിൽ. അപ്പൊ അത് കാര്യം അതിന്റെ ഇമ്പോർട്ടൻസ് കൂടെ ഒന്ന് ഓർത്തിരുന്നാട്ടെ. റേപ്പ് കേസിൽ ഈ ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവരുടെ സെമൻ എടുത്തു കഴിഞ്ഞ് ആസിഡ് ഫോസ്ഫറ്റേസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ സെമൻ എടുത്തു കഴിഞ്ഞ് സെമൻ്റെ എന്തെങ്കിലും കണ്ടൻസ് കാണുകയാണെങ്കിൽ ആള് റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാവും. അതുപോലെ നോക്കുന്നതാണ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്, അതുപോലെ അമോണിയം മോളിബ്ഡേറ്റ് ടെസ്റ്റ്. ഇപ്പോൾ ഫ്ലോറൻസ് ടെസ്റ്റ് ഉണ്ട്, വൺ ഓഫ് ദി ബെസ്റ്റ് സ്റ്റെയിൻസ് ഫോർ സ്റ്റെയിൻസ് ആണ്. പക്ഷേ ആസിഡ് ഫോസ്ഫറ്റേസ് ഇതുപോലെ ബെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ബാർബേറിയസ് ടെസ്റ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ എന്റെ കാര്യം കറക്റ്റ് ആയിട്ട് പോയിട്ട് നെറ്റ് തീർന്നതാണ്. ബാർബേറിയസ് ടെസ്റ്റ് എന്ന് ചോദിച്ചാൽ പ്രസൻസ് ഓഫ് സ്പെർമിൻ ഇൻ സെമൻ ആണ് കേട്ടോ. അപ്പൊ അത് പേര് കേൾക്കുമ്പോൾ കൺഫ്യൂസ്ഡ് ആവണ്ട. അഡൾട്ടറിയുടെ സെക്ഷൻ കൂടി ഒന്ന് ഓർക്കണം. അഡൾട്ടറീസ് സെക്ഷൻ 497 IPC ആണ്. അഡൾട്ടറീസ് സെക്ഷൻ 497 IPC ആണ്. അപ്പൊ നമ്മള് പിന്നെ ഇതിനകത്ത് പറയുമ്പോൾ റേപ്പിന്റെ പറയുമ്പോൾ 375 IPC എന്നുള്ള കാര്യം ഓർക്കണം. അഡൾട്ടറി ആണെങ്കിൽ അത് സെക്ഷൻ 497 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയുള്ളത് നമുക്ക് കുറച്ച് പിന്നെ ഫയർ ആം ഇഞ്ചുറീസ് ഉണ്ട്. ഫയർ ആം ഇഞ്ചുറീസ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. അപ്പൊ അതിന്റെ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ അതുപോലെ ഇൻസാനിറ്റിയുടെ കുറച്ച് പോർഷൻസ് കിടപ്പുണ്ട്. ഇങ്ങനെ കുറച്ച് സ്കാറ്റേഡ് ആയ ചെറിയ വാർ ഗ്യാസസ് ആൻഡ് വെപ്പൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ടോപ്പിക് ഉണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം സ്ലൈഡ്സ് അടക്കം ഞാൻ വാട്ടർമാർക്ക് ചെയ്തിട്ട് സ്ലൈഡ്സ് അടക്കം സെൻഡ് ചെയ്യാം. പിന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഞാൻ ഡോക്ടറയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ആദ്യം ഇതില്ലാതെ ആൻസർ കീ ഇല്ലാതെ ചെയ്ത് നോക്കണം, എന്നിട്ട് ആൻസർ കീ വെച്ച് ചെയ്ത് നോക്കണം. കുറേ മുൻപ് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. റീസെൻ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഞാൻ പാസ് ചെയ്യാം. അപ്പോൾ അതുകൂടെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. UPSC ലെവലിലൊക്കെ അങ്ങനെ ചോദിക്കുന്നു. ഇപ്പോഴത്തെ AIPGT ലെവലിൽ നോക്കുന്നു. അപ്പം നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ ഒന്ന് റെഡ്ഡിയുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ വായിക്കുന്നത് നല്ലതായിരിക്കും. കാരണം അതിൽ കുറേ എക്സാമ്പിൾസും കൂടെ കൊടുക്കും. നമ്മൾ അങ്ങനെ എളുപ്പം മറക്കത്തില്ല. ഈ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇനി നമുക്ക് ടോക്സിക്കോളജിയുടെ പോർഷൻസ് ഉണ്ട്. ഇനി എന്തെങ്കിലും നമുക്ക് ഇതുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാൻ കിട്ടുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് റിവൈസും കൂടെ ചെയ്യാം.